നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണല്ലേ പ്രധാനമായിട്ട് ഒരു സെക്ഷൻ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 4 ലെക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ 2 ലെക്ചേഴ്സ് എനിക്ക് തോന്നുന്നു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പൊ ആ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്ക് IBPS റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും IBPS അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് അല്ല, ചിലതിൽ സിലബസിൽ പോലും ഇൻക്ലൂഡഡ് അല്ല ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അതിൽ ബേസിക് ആയിട്ട് ഡിവിസിബിലിറ്റി റൂളുകൾ മാത്രം IBPS ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം, IBPS കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് അതിൽ ഡിവിസിബിലിറ്റി റൂളുകൾ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഞാൻ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്ന 2 സാധനം, ഒന്ന് സിംപ്ലിഫിക്കേഷനും 2 അപ്രോക്സിമേഷനും. എന്താണെന്നറിയാം അല്ലെ? ബോർഡ് മാസ് റൂളിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ പെർസെന്റേജിന്റെ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം മുന്നോട്ട് പോകുക, സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും. അപ്പൊ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുക. അപ്പൊ IBPSന്റെ എക്സാം എഴുതുന്ന ആളെ സംബന്ധിച്ച് സിംപ്ലിഫിക്കേഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അറിയാമെങ്കിൽ തന്നെ ഏതാണ്ട് 70% വർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ആ എക്സാമിന് പ്രിപ്പയർ അത്ര ഇമ്പോർട്ടൻസോടെ കാണുന്ന ഒരു സെക്ഷനാണ് സിംപ്ലിഫിക്കേഷൻ. ബാക്കിയുള്ള അരിത്തമാറ്റിക്കിന്റെ പോർഷൻസ് പഠിക്കുമ്പോഴും സിംപ്ലിഫിക്കേഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അറിയാമെങ്കിൽ ബേസിക്കലി 70% വർക്ക് അവിടെ തീർന്നു എന്നാണ് ജനറലി പ്രിപ്പയർ ചെയ്യുന്നവർ പറയുക. അപ്പം അത്ര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ എനിക്ക് ആവശ്യമാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്, അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, പടപടാ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം ബേസിക് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സിംപ്ലിഫിക്കേഷൻ എടുത്തിരിക്കുന്നത്. IBPSന്റെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. IBPS ക്ലർക്കിനും അതേപോലെ നിങ്ങളുടെ SO AFO ഒക്കെ വരുന്ന SO എന്നോ IBPS SO എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളൂ. അതേപോലെ ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അതിലുള്ള മോക്ക് ടെസ്റ്റിലെ കുറെ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. അപ്പം ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. സിംപ്ലിഫിക്കേഷന്റെ ഒരു ചോദ്യമാണ്. IBPS ക്ലർക്കിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ടൈം ആണ് ആവശ്യം. ടൈം ലാഭിക്കുക എന്നുള്ളതാണ് മെയിൻ പണി. യെസ്, അറിയാമെങ്കിൽ പടപടാ ചെയ്ത് പറഞ്ഞോ. ഞാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ചുരുങ്ങിയ സമയത്തിലുള്ള എനിക്ക് ആൻസർ വരണം. ട്രൈ ചെയ്ത് നോക്കുക. 64% ഓഫ് എന്തിന്റെ? 25ന്റെ. പടപടാ ചെയ്തു. 64% ഓഫ് 25 പ്ലസ് 33 1/3% ഓഫ് 120 എന്ന് പറയുന്നത് 7/10 ആണ്. എന്തിന്റെ? എക്സിന്റെ. അതാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. സോൾവ് ചെയ്തോ. ആൻസർ വരണം. പടപട ആൻസർ വരണം. വരട്ടെ ഇനിയും വരട്ടെ. ഇതുവരെ റെസ്പോണ്ട് ചെയ്യാത്ത, ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്. എല്ലാ ദിവസവും റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാത്തവരുടെ മാക്സിമം എനിക്ക് ആൻസർ തരണേ. പെട്ടെന്ന്. യെസ്, ഇപ്പൊ ചെയ്യാം. ഓപ്ഷൻ സി. യെസ്, 2 പേര് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? അനഘ കൃഷ്ണ. യെസ്, ഓപ്ഷൻ സി 80 ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. 64% ഓഫ് 25 എന്തിനെയൊക്കെ ക്യാൻസൽ ചെയ്യാം? 25നെ 4 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലെ. 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 100നെ 25 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ 4 വരും. പിന്നെ 64നെ 4 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 16 വരും അല്ലെ. അപ്പൊ എങ്ങനെ വരും? 16 പ്ലസ് 1/3 എന്തിന്റെ? 120ന്റെ. 120നെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 40 വരും അല്ലെ. 40 ഗുണം 3 ആണ്. ഓക്കെ ആണല്ലോ. യെസ്, 16 40 എത്ര വരും? 56 ഈക്വൽ ടു 7/10 എന്തിന്റെ? എക്സിന്റെ. 7 56 അവിടെ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. എത്ര വരുന്നത്? 7 8s are 56. എക്സ് ഈക്വൽ ടു 8 × 10 എത്ര വരും? 80 വരും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. സെക്കൻഡുകൾക്കുള്ളിൽ 10 സെക്കൻഡ്സിൽ താഴെ എടുക്കേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ സെറ്റ് ആണോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് വിൽ കം? ബേസിക് അഡീഷൻ ആണ്. ബേസിക് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ബോർഡ് മാസ് എന്താണെന്നോട് ഓർത്ത് വെക്കണം. ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരരുത്. ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ. ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം, പിന്നെ ഓഫ് വരുന്ന ചെയ്യണം, പിന്നെ ഡിവിഷൻ വരുന്ന ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ചെയ്യണം, പിന്നെ അഡീഷൻ വരുന്ന ചെയ്യണം, പിന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്യണം. ആ രീതിയിലാണ് സാധനം പോകുന്നത് അല്ലെ. ചെയ്തോ പെട്ടെന്ന്. 1324 മൈനസ് 1089 പ്ലസ് 990 equal to dash into 5 plus 40 into 4 plus 10. യെസ്, ഇവിടെ പറഞ്ഞ ആൻസർ. യെസ്, ചെയ്യാൻ തോന്നുന്നു. ആർക്കും പറയുന്നില്ല. ഇപ്പൊ 1324 990 അത് ഞാൻ അങ്ങ് ആദ്യം കൂട്ടുക. അതങ്ങ് കൂട്ടി കഴിയുമ്പോൾ എത്ര വരും? 2314 വരും. 2314 വരും. 1324 പ്ലസ് 990 മൈനസ് അവിടെ എന്ത് കിടപ്പുണ്ട്? 1089 കിടപ്പുണ്ട് അല്ലെ. പിന്നെ ഇവിടെ
ആ അവിടെ കിടക്കുന്ന എക്സ് എന്ന് ഞാൻ എഴുതുവാണ്. ഇൻറ്റു 5 പ്ലസ് 160 പ്ലസ് 10 170. ഓക്കെ ആണല്ലോ. 2314 നിന്നും 1089 പോയി കഴിഞ്ഞാൽ എത്ര വരും? 1080 പോയി കഴിഞ്ഞാൽ 1225 വരും. 1225 വരും. 1225 വരും. മൈനസ് 170 ഈക്വൽ ടു 5x എന്ന് വരും അല്ലെ. 1225 നിന്നും 170 പോയി കഴിഞ്ഞാൽ എത്ര വരും? 170 പോണം. 1225 നിന്നും 170 പോയി കഴിഞ്ഞാൽ 5 അല്ലെ. പിന്നെ എന്ത് വരും? 0. 1055 ഈക്വൽ ടു 5x. എക്സിന്റെ വാല്യൂ എത്രയാണ്? 1055 ഹരിക്കുക എന്ത് വെച്ച്? 5 വെച്ച്. എത്ര ആൻസർ വരുന്നത്? ഇതെങ്കിലും പറഞ്ഞു. 1055 ഡിവൈഡ് ബൈ 5 എത്ര ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ സി 211. ഓപ്ഷൻ സി 211. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? സ്റ്റെപ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്ത് എഴുതണേ. ഓരോ ചോദ്യം കഴിയും തോറും സിംപ്ലിഫിക്കേഷനിൽ മാക്സിമം സ്റ്റെപ്സ് റെഡ്യൂസ് ചെയ്യണം. ഓരോ ഓപ്പറേഷൻ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുക്കുന്ന എല്ലാം നിങ്ങൾ എടുത്തെഴുതി പോകാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ നല്ല സമയം എടുക്കും. അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക? മാക്സിമം സമാധാനത്തിൽ തെറ്റൊന്നും വേറെ ചിന്തിച്ച് ചെയ്താൽ മതി. പക്ഷെ സ്പീഡ് കൂട്ടി ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ? 11 square plus 8 square plus 13 square equal to dash minus 10 square minus 200% of 235. പെട്ടെന്ന് ചെയ്തോ. യെസ്, നമുക്ക് ചെയ്യാം. 121 64. 11 സ്ക്വയർ 121, 8ന്റെ സ്ക്വയർ 64, 13ന്റെ സ്ക്വയർ 169. ഞാൻ ഫസ്റ്റ് റേഷ്യോയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം തറവാക്കി വെക്കണം. യെസ്, ഈക്വൽ ടു ഡാഷ് മൈനസ് 10 സ്ക്വയർ 100, 200%. 200% എന്ന് പറഞ്ഞാൽ എത്രയാ? 200/100 വരും. അത് 2 വരും അല്ലെ. ഇൻറ്റു 235. അത് എത്രയാ വരുന്നത്? 470 വരും. 470 വരും അല്ലെ. 470. 100ൽ നിന്ന് 470 പോയാൽ ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 570 എന്ന് വരും. -100 മൈനസ് 470 മൈനസ് 570 എന്ന് വരും. 121 64 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 121 64 185 വരും. 185 വരും. പ്ലസ് 169 അല്ലെ. പ്ലസ് 169 രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 354 വരും. 169 185 അല്ലെ. മൈനസ് ആയിരുന്നു, അത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി. പ്ലസ് 570 ഈക്വൽ ടു എക്സ് എന്ന് വരും അല്ലെ. എക്സിന്റെ വാല്യൂ എത്രയാ? എക്സിന്റെ വാല്യൂ 570 384 4 7 5 12 5 3 8 1 9 9 2 4. ബാക്കിയുള്ളവർക്ക് കിട്ടാത്തതാണോ അതോ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ബേസിക് കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. സിംബൽസ് എടുക്കുമ്പോൾ നോക്കുക, സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ബോർഡ് മാസ് എന്താണെന്ന് കൂടെ ഓർമ്മ വേണം. ഇതിലൊന്നും അത്ര ആവശ്യം വരുന്നില്ല, എന്നാലും ബോർഡ് മാസ് എന്താണെന്ന് ഓർമ്മ വേണം. ഇത് പ്രീവിയസ് ഇയർ അല്ല, ഇതൊരു മോക്ക് ടെസ്റ്റിലെ ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് വാല്യൂ വിൽ കം ഇൻ പ്ലേസ് ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ? യെസ്, ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ കാണാൻ അറിയായിരിക്കും. കാരണം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഏതാ പഠിക്കാൻ പറഞ്ഞ സാധനം? ഈ പറഞ്ഞ ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട്. ക്യൂബ് അറിയാമെങ്കിൽ നമുക്ക് ഇതറിയാം. 5832 ഇവിടെ പറഞ്ഞു.
യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ആരും പറഞ്ഞിട്ടില്ല അല്ലെ, ആരും പറഞ്ഞിട്ടില്ല. എങ്ങനെയാ ചെയ്യുന്നത്? 1728 ക്യൂബ് റൂട്ട് എത്രയാ വരുന്നത്? 12 വരുന്നത്. 1728 ക്യൂബ് റൂട്ട്, അത് ക്യൂബ് റൂട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ. ഇവിടെ കിടന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ക്യൂബ് റൂട്ട് എന്ത് ചെയ്യാ, പഠിക്കുക. യെസ്, പ്ലസ് 5832 ക്യൂബ് റൂട്ട് എത്രയാ? 18. അതാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക. 12 + 18 അത്ര ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ എന്തിന്റെ സ്ക്വയർ റൂട്ടാ? 225 സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ എത്രയാ? 15. അതെന്തിനോട് ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ടു x⁻²0.2. x⁻²0.2 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 12 18 കൂട്ടിയാ 30. 30 ഡിവൈഡ് ബൈ 15 ഈക്വൽ ടു x⁻²0.2. x⁻²0.2 ആണ്. 30 ഡിവൈഡ് ബൈ 15 x⁻²0.2 ആണ്. ഇനി 30 ബൈ 15 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 0.2 x⁻²0.2 എന്നുള്ളതിനെ എനിക്ക് മാറ്റി എഴുതാം. എന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മാറ്റി എഴുതുക. എങ്ങനെ മാറ്റി എഴുതുക? x⁻1/5 എന്ന് എഴുതാം. x⁻1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ആണ് അല്ലെ. x⁻1/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? x⁻0.5 വരും. ഇവിടെ 0.2 ആണ്. അതിനെ ഞാൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? 1/5 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. 30 ബൈ 15 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 ആണ്. 2 ഈക്വൽ ടു x/1/5 എന്നുള്ള ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 1/5 കളയാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഞാൻ അതിന്റെ പവേഴ്സിലേക്ക് റേസ് ചെയ്യണം അല്ലെ. ഇവിടുത്തെ കേസിലോ x⁻1/5 ആണ്. x⁻1/5 ഹോൾ റൈസ് ടു 5 ചെയ്യണം. ഹോൾ റൈസ് ടു 5 ചെയ്യണം. അങ്ങനെയാണ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പറഞ്ഞ 1/5 കളയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അപ്പം a⁻m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്ത് വരും? a⁻mn എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസിൽ എങ്ങനെ വരും? x⁻1/5 ഇൻറ്റു 5 വരും. 5 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് x തന്നെ ആവും. അതാണ് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ടാവുക. x ഈക്വൽ ടു 2⁻5 വരുന്നു. 2⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എത്രയാണ്? 32 ആണ്. 2⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 32 ആണ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടേ ചോദിക്കണേ. ഏതെങ്കിലും ചോദ്യം, കഴിഞ്ഞ ഏതെങ്കിലും ചോദ്യം ഡൗട്ട് ഉണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. അപ്പം ഡൗട്ട് ഇല്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ പോകുന്നത്. യെസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ട് ചെയ്തോ. ഏതെങ്കിലും സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടോ? 0.2 ഡെസിമൽ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിംപ്ലിഫിക്കേഷൻ ചോദ്യം ഫ്രാക്ഷൻ അറിഞ്ഞു വെക്കണം. 0.2 1/5 ആണ്. 0.2 1/5 ആണ്. ടെൻ ബൈ 5 ചെയ്താൽ മതി. പക്ഷെ 1/5 ആണ്. അതുകൊണ്ട് ഒരു 0.2 കൊടുക്കണം. എല്ലാം തുല്യമാണ്. യെസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 14 2/7 പ്ലസ് 39 പ്ലസ് 26 5/7 മൈനസ് √x ഈക്വൽ ടു √4096. √4096 പെട്ടെന്ന് പറഞ്ഞോ. നടക്കുമെന്ന് നോക്കട്ടെ. എങ്ങനെയാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ റെഗുലർ ഫ്രാക്ഷൻ ആക്കുക? അതൊന്നും ആവശ്യമില്ല. അവിടെ അതൊന്നും ആവശ്യമില്ല. റെഗുലർ ഫ്രാക്ഷൻ ആക്കേണ്ടേ കാര്യമില്ല. അല്ലാണ്ട് തന്നെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് ചെയ്തോ. ഇത് ആർക്കും കിട്ടുന്നില്ലേ? ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. പെട്ടെന്ന് സെക്കൻഡുകൾ കൂടെ ആരെങ്കിലും. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 14 2/7 കിടപ്പുണ്ട്, 26 5/7 കിടപ്പുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ ഞാനൊന്ന് സോർട്ട് ചെയ്ത് എഴുതാം. എങ്ങനെ സോർട്ട് ചെയ്ത് എഴുതാം? ഞാൻ സോർട്ട് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയാണ്. 14 2/7 എന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും എഴുതേണ്ട ഒരു സ്റ്റെപ്പേ അല്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് പറയാം. 26 5/7 ഒന്നിച്ച് എഴുതാണ്. രണ്ടും ഫ്രാക്ഷൻ നോക്കിക്കേ. ഡിനോമിനേറ്റർ എന്താ? 7 വരും അല്ലെ. ഡിനോമിനേറ്റർ 7 വരും. അതിന് റെഗുലർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 7 തന്നെ വരും. പ്ലസ് 39 മൈനസ് √4096 ഈക്വൽ ടു √x. ഇതാണ് ഇക്വേഷൻ അല്ലെ. തന്നിരിക്കുന്ന സാധനത്തെ ഞാൻ റീഅറേഞ്ച് ചെയ്തു. 4096 ആണ്. 4096 √4096. യെസ്. ഇനി നോക്കിക്കേ, എനിക്ക് ഈ സ്ഥാനത്ത് ഈ രണ്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? എനിക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ഇങ്ങനെ 14 26 കൂടെ കൂട്ടുക. 2/7 5/7. അതെങ്ങനെയാ? 7/7 വരും. 7/7 1 വരും. പ്ലസ് 39 മൈനസ് എത്ര വരും? 4096. പെട്ടെന്ന് പറഞ്ഞു. 4096 എന്നുള്ളത് അത് എന്തിന്റെ സ്ക്വയർ റൂട്ട്? എന്തിന്റെ സ്ക്വയറാ?
64ന്റെ സ്ക്വയർ ആണ്. 64ന്റെ സ്ക്വയർ ആണ് ഏതെന്ന് പറയുക 4096 എന്ന് പറയുക. അപ്പൊ -64 ഈക്വൽ ടു √x. -64 ഈക്വൽ ടു √x അല്ലെ. 50 ബേസ് ചെയ്ത് വെച്ച് വേണേലും നോക്കാം, പക്ഷെ അതിലേക്കൊന്നും പോകരുത്. 50 ബേസ് ചെയ്ത് നോക്കാം. 50ൽ നിന്നും 14 കൂടുതലാണ് അല്ലെ. 50ൽ നിന്നും 14 കൂടുതലാണ്, ആ രീതിയിൽ നോക്കാം. പക്ഷെ അതിലേക്കൊന്നും പോകണ്ട. ഇവിടെ 64 സ്ക്വയർ ആണ് 4096 വരിക. ഇനി 14 26 കൂടെ കൂട്ടി എത്ര വരും? 14 26 കൂടെ കൂട്ടിയാൽ 40 വരും. 40 7/7 1 വരും. പ്ലസ് 39 -64 ഈക്വൽ ടു √x വരും അല്ലെ. 41 പ്ലസ് 39, 41 39 -66. 41 39 എത്രയാ പറഞ്ഞോ? 41 39 41 39 കൂടെ കൂട്ടി എത്രയായി? 80 ആയി അല്ലെ. 80ൽ നിന്നും 64 കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? 16 ആയി. അപ്പൊ √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 ആണ്. √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. ശരിയാണല്ലോ. √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 16ന്റെ സ്ക്വയർ ആണ്. അത് എത്രയാണ്? 256. 256 ഓപ്ഷൻ എ. എങ്ങനെയാ മിക്സ്ഡ് ഫ്രാക്ഷൻ ആഡ് ചെയ്തെന്ന് ഡൗട്ട് ഉണ്ടോ? 14 2/7 പ്ലസ് 26 5/7 എന്നുള്ളത് 14ഉം 26 കൂടെ കൂട്ടുന്നു, പ്ലസ് 2/7 പ്ലസ് 5/7. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എന്ത് വരും? 14 പ്ലസ് 26 പ്ലസ് 7/7 വരും. ഇതാണ് ചെയ്തത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Okay. What will come in place of question mark in the following question? 166.67% of 96 minus 360 equal to dash minus a 70% of 250. 70% of 250 എന്ന് കണ്ടു കഴിഞ്ഞാൽ 70/100 of 250 എന്ന് എഴുതാൻ വേണ്ടി നിൽക്കുക. ട്രൈ ചെയ്ത് നോക്കിക്കേ. 166.67 എന്നുള്ളത് 166.67 എന്നുള്ളത് വേണേ ക്ലൂ തരാം. എന്താ ക്ലൂ? 33.33% മൾട്ടിപ്ലൈ ആയിട്ട് എടുക്കാം. 33.33 ഇൻറ്റു 5 ഏതാണ്ട് 166.65 വരും. 166.65 വരും. 33%, അതായത് നോക്കിക്കോ, 33.33% ഇൻറ്റു 5 ആണ് ഏതെന്ന് പറയാ 166.65 വരിക. ഇത് 67 ആയിട്ട് വേണേലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ യൂസ് ചെയ്യാം. യെസ്. അപ്പം ഇതിന്റെ വാല്യൂ നമുക്കറിയാം. 33.33% എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇൻറ്റു 5 വരും. അപ്പൊ എത്രയാ വാല്യൂ വരിക? 5/3. അതാണ് എന്ന് പറയുക 166.67% എന്ന് പറയുക. 166.67% എന്ന് പറയുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 5/3 എന്തിന്റെ? 96ന്റെ മൈനസ് 360 ഈക്വൽ ടു എക്സ് മൈനസ് 7 ഗുണം 25. 2 0 അടിയിൽ 100 കിടക്കുമ്പോൾ ക്യാൻസൽ ചെയ്തു പോകും. 7 ഗുണം 25 ഗുണം 8 എത്രയാണ്? 25 ഗുണം 8 200 ആണ്. 25 ഗുണം 7 175 ആണോ? യെസ്, 175. പെട്ടെന്ന് ചെയ്തേ. എല്ലാം ചെയ്യേണ്ട എന്താന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി തന്നെ ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്തേ. ബേസ് സാധനം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു പെർസെന്റേജ് കൂടെ ഓർത്ത് വെക്കാനായി 166.67% എന്ന് കണ്ടു കഴിഞ്ഞാൽ 166.67 ഡിവൈഡഡ് ബൈ 100 എന്ന് ഇട്ട് ചെയ്യരുത്. അവിടെ ഡയറക്റ്റ് എന്ത് ചെയ്തോളുക? യെസ്, കൊള്ളാം. ഏതാ? -25 ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കിട്ടാത്തതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, അറിയാമെങ്കിൽ കിട്ടിയെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. ടൈം എടുക്കുമായിരിക്കും, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ 96നെയും 3നെയും ക്യാൻസൽ ചെയ്താ അല്ലെ. 3നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 32 വരും. 32 വരും അല്ലെ. അപ്പൊ 5 ഗുണം 32, 32 ഗുണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 16 160 മൈനസ് 360 പ്ലസ് 175 ഈക്വൽ ടു എക്സ് വരും അല്ലെ. ഈക്വൽ ടു എക്സ് വരും. യെസ്. 16 160 മൈനസ് 360 എത്ര വരും? 160 മൈനസ് 360 200 വരും അല്ലെ. എന്ത് 200ആ?
-200 അപ്പൊ -200 പ്ലസ് 175 ഈക്വൽ ടു എക്സ് വരും. എക്സ് ഈക്വൽ ടു -25. എക്സ് ഈക്വൽ ടു -25. ഓക്കെ ആണോ? സ്റ്റെപ്സ് കുറയ്ക്കണേ. മനസ്സിലാവാത്തവരുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മൊത്തം സ്റ്റെപ്സ് എഴുതുന്നത്. ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട, 1-2 സ്റ്റെപ്പുകൾക്കുള്ളിൽ പരിപാടി തീരണം. അടുത്ത ചോദ്യം, 13 into 25% of 200. 13 into 25% of 200 minus 12 into 66.66%. 33.33% into 2 ആണ് 66.66% വരിക. ഫ്രാക്ഷൻ എന്ത് വരും? 2/3 വരും. 33.33 തന്നെയാണ് 33 1/3%. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ പെർസെന്റേജിന്റെ PDF അല്ലെങ്കിൽ റേഷ്യോയുടെ പെർസെന്റേജിന്റെ കൂടെ സെക്കൻഡ് ക്ലാസ് ഞാൻ എടുത്തത്, ആ ക്ലാസിന്റെ PDF എടുക്കുക. അതിന്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ ഫസ്റ്റ് പേജിൽ ഈ സാധനമൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ PDF എടുത്ത് റെഫർ ചെയ്യുക, സാധനം പഠിക്കുക. ഓക്കെ ആണല്ലോ? യെസ്, ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. ആൻസർ നോക്കി കിട്ടുന്നുണ്ടോന്ന്. 25%ന്റെ ഫ്രാക്ഷൻ ഒക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. പറഞ്ഞോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 66.66 25% 1/4 ആണ് അല്ലേ? 1/4 ഓഫ് എന്ത് വരും? 200 വരും. ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 5 4s are 20, 50. അതാണ് ഇവിടെ ഡയറക്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. 13 × 50. ആരെങ്കിലും ആൻസർ? ഓക്കെ, വേറെ ആരെങ്കിലും കിട്ടിയോ? എസ് ബി ആണ് ആൻസർ വരുന്നത്. പെട്ടെന്ന് ഞാൻ 13 × 9 വരും അല്ലെ? 200ന്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് 25 × 2 ചെയ്യുക, അല്ലെങ്കിൽ 1/4 വെച്ച് ചെയ്തോ അല്ലെ? നോക്കിയേ, 200ന്റെ 25% അല്ലെ? ഇങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? 25/100 എന്ന് എഴുതിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ 2 0 ക്യാൻസൽ ചെയ്ത് 25 × 2 50 അല്ലെ? 1/4 എടുത്ത് ചെയ്യുക. എല്ലാം പെട്ടെന്ന് ചെയ്യുന്ന പറ്റുന്ന ഏതാണ് അത് ചെയ്യുക. 13 × 5 65 ആണ്. ഒരു 0 കൂടി ഇട്ടെടുക്കുക, കൂട്ടുക, 650 വരും അല്ലെ? ഇവിടെ 4 12 3 കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 4 8 8 × 50 400. എത്ര വരും? 650 400 250. സെക്കൻഡ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. അടുത്ത ചോദ്യം, what should come in place of question mark in the following question? 575 divided by 23 into 25 plus dash into 1/3 into 5 equal to 750. ബോർഡ് മാസ് ഓർക്കണം, തെറ്റിക്കരുത്. 575 കൺഫ്യൂഷൻ വരരുത്. ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 25 പ്ലസ് ഡാഷ് എന്നുള്ളടത്ത് ഞാൻ എക്സ് ഇടുവാണ്, ഇൻറ്റു 1/3 ഇൻറ്റു 5 ഈക്വൽ ടു 750. ഇതാണ് സാധനം. 23 × 25 പോയി ആദ്യം ചെയ്യരുത്. 575 ഡിവൈഡഡ് ബൈ എന്ത് കിടപ്പുണ്ട്? 25 കിടപ്പുണ്ട്. യെസ്, പെട്ടെന്ന് ചെയ്തോ. ആൻസർ പറഞ്ഞോ, കിട്ടുമോ നോക്കെ. 575 ഡിവൈഡഡ് ബൈ 23 എത്രയാ? 575 ഡിവൈഡ് ബൈ 23 സ്ക്വയർ നോക്കിക്കേ. 23 സ്ക്വയർ നോക്കിയേ. 23 × 23 അറിയാമെങ്കിൽ അറിയാം. എത്രയാ 23 സ്ക്വയർ? എത്രയാ? 23 സ്ക്വയർ ആരെങ്കിലും? യെസ്, 529. പിന്നെ ഒരു 46 കൂടെ ആഡ് ചെയ്താൽ പോരെ? 529 23 സ്ക്വയർ 529 പ്ലസ് ഒരു 46 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞായി. 46 കൂടെ ആഡ് ചെയ്താൽ 575 ആയി. 23 × 2 ആണ് 46 അല്ലെ? സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നോക്കിക്കേ. സ്ക്വയേഴ്സും ക്യൂബ്സും അറിയാമെങ്കിൽ കുഴപ്പമില്ല. 529 + 46 അതാണ് 575. അപ്പൊ 2 23 കൂടെ വരും. അത്രയാ? 25 × 25 അല്ലെ? 25 അല്ലെ? 25 സ്ക്വയർ വരും.
ഇനി പറഞ്ഞോ 25 സ്ക്വയർ എത്രയാ? പെട്ടെന്ന് പറഞ്ഞോ. 25ന്റെ സ്ക്വയർ 625 അല്ലെ. ഇനി ഞാൻ എക്സിനെ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് 750 മൈനസ് 625 അത്ര വരുന്നത്. 750 നിന്നും 625 പോയാൽ എത്ര വരും? എത്ര വരും? 125. യെസ്, 125 ആണ് അല്ലെ. ഈ 125നെയും ഈ 5നെ അങ്ങ് ഹരിച്ചൂടെ? 125 ഡിവൈഡ് ബൈ 5 എത്രയാ? 25. എക്സ് എന്ന് പറഞ്ഞ എത്രയാ? ഈ 25. താഴെ ഒരു 3 കിടപ്പുണ്ട്. 25 ഗുണം 3 75. ഓപ്ഷൻ സി 75. What will come in place of question mark in the following question? 2001 പ്ലസ് 1235 മൈനസ് 24 സ്ക്വയർ ഇൻറ്റു 66 2/3%. 66 2/3% 66.66%. അത് തന്നെയാണ് അല്ലേ? എന്ത് വരും? 1/3 തന്നെ വരും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സോറി, 1/3 അല്ല, 2/3 തന്നെ വരും. 2/3 തന്നെ വരും. യെസ്, പറഞ്ഞോ. 2001 1235 കൂട്ടിക്കോ. ഒന്ന് ചെയ്ത് നോക്കിക്കേ, കിട്ടുന്നുണ്ടോ നോക്കട്ടെ. 1047. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലെ. 2001 1235 കൂട്ടുകയും എന്ത് വരും? ഇത് സൈഡിൽ എഴുതി കൂട്ടാൻ വേണ്ടി നിൽക്കണ്ടല്ല. 5 3 2 3 അല്ലെ. സോറി, 5 1 6. ഒരു മിനിറ്റ്. 5 1 6 3 0 പിന്നെ 2 0 2 1 3 3236 മൈനസ് 24ന്റെ സ്ക്വയർ അറിയാമെങ്കിൽ പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റും. 576. 576ന്റെ എത്ര ശതമാനം? 66 2/3 ഡിവൈഡ് ബൈ 2/3 അല്ലെ. ഡിവൈഡ് ബൈ അല്ല, ഇൻറ്റു 2/3. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. 1/3 33.33%. അത് തന്നെയാണ് 33 1/3% എന്ന് പറയാം. അതിന്റെ 2 ആണ് എന്ത് വരിക? 66 2/3% വരിക, അല്ലെങ്കിൽ 66.66% വരിക. 33 1/3% ഇൻറ്റു 5 ആണ് 166.67% വരിക. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു 1805 പ്ലസ് എക്സ് എത്രയോ അല്ലെ. യെസ്, ഇവിടെ എന്ത് ചെയ്യാം? 576 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയും? 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയും? 576 ഡിവൈഡ് ബൈ 3. വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. 576 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 19192 വരും അല്ലെ. അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 1805 ഇങ്ങോട്ട് എടുക്കുകയാണ്. മൈനസ് 1805 എന്ന് ഇവിടെ വരും. പിന്നെ മൈനസ് 576 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 192. 192. 192ന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 384 വരും അല്ലെ. മൈനസ് 384. ഇതാണ് എന്തെന്ന് പറയുക? എക്സ് എന്ന് പറയുക. ഓക്കെ ആണോ? യെസ്. എല്ലാം കൂടെ മൈനസ് ചെയ്തോ. എത്ര വരും? 3236 മൈനസ് 1805 1431 വരും അല്ലെ. 1431ൽ നിന്നും 384 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 1431 യെസ്, എത്ര വരും? 1047 വരും. 1047 വരും. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ? വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ? ചെയ്ത് നോക്കിയേ, ട്രൈ ചെയ്ത് നോക്കിയേ. അറിയത്തില്ലെങ്കിൽ നോ എന്ന് വല്ല ഇട്ടാൽ മതി, ഞാൻ ചെയ്തോളാം. വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ. പവേഴ്സിന്റെ ഒരു സാധനമാണ് പവേഴ്സിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കണേ. ആരെങ്കിലും? അനക കിട്ടിയോ? ഓക്കെ.
യെസ്, നമുക്ക് ചെയ്യാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചോ. ഇത് ചിലപ്പം പാടായിരിക്കും. പാടെന്ന് പറഞ്ഞാൽ പവേഴ്സ് വരുന്നുണ്ട്. 0.5 സ്ക്വയർ ഇൻറ്റു 0.25 റേസ് ടു 4 ഇൻറ്റു 0.125 റേസ് ടു 5 ഈക്വൽ ടു 0.5 റേസ് ടു ഡാഷ്. ആ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 0.5 റേസ് ടു സംതിങ് ആണ് അല്ലെ, അതാണ് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ആ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക 0.5 ആയതുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എല്ലാ സാധനത്തെയും നമ്മൾ 0.5ന്റെ പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. 0.5ന്റെ പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. പറഞ്ഞ സാധനം പിടിയിട്ടെന്ന് വിശ്വസിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സാധനത്തെ എല്ലാത്തിനെയും എല്ലാ ടേമുകളും 0.5 ഓൾറെഡി ഒന്നാമത്തെ ടേം നോക്കി, ഇത് 0.5 തന്നെയാണ്, അത് കുഴപ്പമില്ല, അത് അതേപടി എടുത്ത് എഴുതുക. 0.5 റൈസ് ടു 2 എന്ന് എഴുതുവാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 സ്ക്വയർ എന്ന് പറഞ്ഞുകൂടെ? 0.5 സ്ക്വയർ. യെസ്, പറയാം അല്ലെ. ഹോൾ റൈസ് ടു എന്ത് വരും? റൈസ് ടു 4 വരും. ഇൻറ്റു 0.125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125. 0.5 റേസ് ടു 3 ആണ്. ഹോൾ റേസ് ടു മോളിൽ എന്ത് കിടപ്പുണ്ട്? 5 കിടപ്പുണ്ട്. ഈക്വൽ ടു 0.5 റേസ് ടു ഡാഷ് അല്ലെ. നോക്കിക്കേ, എങ്ങനെ വരും? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻടു എൻ എന്ന് വരും. ബേസിക് ഫോർമുല. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്ത് വരും? 0.5 റേസ് ടു 2 വരും. ഇൻറ്റു ഇവിടുത്തെ കേസിൽ എന്ത് വരും? പറഞ്ഞോ. പവർ എന്ത് വരും? 0.5 റേസ് ടു എത്ര വരും? പറഞ്ഞോ. 8. യെസ്, 0.5 റേസ് ടു 8 വരും. 4 ഇൻറ്റു 2 വരും. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അടുത്ത കേസിലോ 0.5 റേസ് ടു എത്ര വരും? 15. യെസ്, ഈക്വൽ ടു 0.5 റേസ് ടു സംതിങ് ആണ് അല്ലെ. ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ എല്ലാ 0.5ന്റെ പവേഴ്സിലായല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഡയറക്റ്റ് ആ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഒരു ഫോർമുല ഉണ്ട് അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 ടേം ഉണ്ട് അല്ലെ. എല്ലാ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ പ്ലസ് എ റൈസ് ടു എൽ 3 സാധനങ്ങളാണ് അല്ലെ. ഇവിടെ ഞാനൊരു എ റൈസ് ടു എല്ലൂടെ ഇടുകയാണെങ്കിൽ എ റൈസ് ടു എം പ്ലസ് എൻ പ്ലസ് എൽ എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. 2 പ്ലസ് 8 പ്ലസ് 15 അതാണ് മുകളിൽ കിടക്കുന്ന സാധനം. ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? യെസ്. 15ഉം 10ഉം എത്രയാ? 25. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയണേ. റിപ്പീറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും സ്റ്റെപ്പ് ഉണ്ടോ? പെട്ടെന്ന് പറയുമോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് അപ്രോക്സിമേഷനിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 16.98 എന്തായിട്ട് എടുക്കാം എനിക്ക്? 16.98ന്റെ യെസ്, നമുക്ക് ആ ചോദ്യം ചെയ്യാം. ഒരു ചോദ്യം ഞാൻ ചെയ്യാം, ബാക്കിയുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യണം. ബാക്കിയുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യാനുള്ള ടൈം വരാം. ഫസ്റ്റ് ചോദ്യം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, 16.98 ആണ്. എനിക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എന്തെടുക്കാം? 17 സ്ക്വയർ എന്നെടുക്കാം. പ്ലസ് 6.99 എനിക്ക് അപ്രോക്സിമേഷൻ ചെയ്ത് എന്തെടുക്കാം? 6.99 എന്തായിട്ട് എടുക്കാം? ഒന്നാമത്തെ ഞാൻ 16.98നെ 17 ആയിട്ട് എടുത്തെങ്കിൽ 6.99 എനിക്ക് എന്തായിട്ട് എടുക്കാം? പറഞ്ഞോ. യെസ്, 7 ക്യൂബ് ആയിട്ട് എടുക്കാം. മൈനസ് 447.98 എനിക്ക് എന്തായിട്ട് എടുക്കാം? അപ്രോക്സിമേറ്റ് ചെയ്ത് പറഞ്ഞോ. 447.98 എന്തായിട്ട് എടുക്കാം? 448 ഡിവൈഡഡ് ബൈ എന്ത് കിടപ്പുണ്ട്? 8.02 കിടപ്പുണ്ട്. 8.02ന് അപ്രോക്സിമേറ്റ് ചെയ്ത് 5 താഴെയാണ് അല്ലെ, 02 ആണ് വരിക. അപ്രോക്സിമേറ്റ് ചെയ്ത് എനിക്ക് എന്തായിട്ട് എടുക്കാം? ഇൻഡിജർ. ഏത് ഇൻഡിജർ ആയിട്ട് എടുക്കാം? 8.02നെ 8 ആയിട്ട് എടുക്കാം. യെസ്, ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് അല്ലെ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ചെയ്തോ. ബേസിക് ഫോർമാറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 16.98നെ അപ്രോക്സിമേറ്റ് ചെയ്ത് 17 ആക്കി അല്ലെ.
0.98 ആയതുകൊണ്ട് 17 അടുത്താണ്. യെസ്, 0.12 ഒക്കെ ആയിരുന്നെങ്കിലോ 16.12 ഒക്കെ ആണെങ്കിൽ നമ്മൾ 16 തന്നെ എടുത്തേനെ അല്ലെ. യെസ്, ഇവിടെ 16.98 ആണ്. പൊതുവെ 9 8 ഒക്കെയാണ് ക്വസ്റ്റ്യൻസിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമല്ലോ. അടുത്തത് 6.99 അപ്രോക്സിമേറ്റ് ചെയ്ത് 7 ആക്കി എടുത്തു. മൈനസ് 448/8. പെട്ടെന്ന് ചെയ്തോ. 448/8 എത്രയാ? 448/8 എത്രയാ? 448 ഡിവൈഡഡ് ബൈ 8 എത്ര വരും? 56 വരും. 56 വരും. ബാക്കി 17ന്റെ സ്ക്വയർ 289, 7ന്റെ ക്യൂബ് 343 മൈനസ് 56 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിരിക്കും അല്ലെ. 289 343 കൂടെ കൂട്ടി എത്രയായി? 289. പെട്ടെന്ന് ചെയ്ത് പറഞ്ഞേ. 289 പ്ലസ് 343 രണ്ടും കൂടെ കൂട്ടി എത്രയായി? 632 മൈനസ് 56 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 576 വരും. 576 എന്നുള്ളത് എക്സിന്റെ സ്ക്വയർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? √576. അത് എത്ര എക്സിന്റെ വാല്യൂ വരിക? പറഞ്ഞോ. √576. 4 4s are 16 പോസിബിൾ ആണ്. 6 6s are 36 പോസിബിൾ ആണ്. 8 8s are 64 പോസിബിൾ അല്ല. 28 അവിടെ തന്നെ സ്കിപ്പ് ചെയ്യാം. 28 അവിടെ തന്നെ സ്കിപ്പ് ചെയ്യാം. കാരണം സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താ വരുന്നത്? 16 6 ആണ് വരിക. യെസ്, 576 ഏതിന്റെ സ്ക്വയറാ? 625 ഏതിന്റെയാ? യെസ്, 25ന്റെ ആണ്. അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഏതെങ്കിലും ആയിരിക്കും അല്ലെ. ഏതാ? 24. ഓപ്ഷൻ ഡി. എക്സ് ഈക്വൽ ടു 24. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ചെയ്തോ. അപ്രോക്സിമേഷൻ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. 94.95 ഒക്കെയാ. പെട്ടെന്ന് ചെയ്തോ. പെട്ടെന്ന് ചെയ്തോ. ഡിവൈഡഡ് ബൈ 18.98 പ്ലസ് ഡാഷ് മൈനസ് 74.98 ഈക്വൽ ടു 24.95 സ്ക്വയർ മൈനസ് 17.85 സ്ക്വയർ. അപ്രോക്സിമേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 94.95 അപ്രോക്സിമേറ്റ് 95 ഡിവൈഡഡ് ബൈ 18.98 എനിക്ക് 19 ആയിട്ട് എഴുതാം അല്ലെ. 18 ഗുണം 5 90. ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ കിട്ടണം. 19 ഗുണം 5 95 പ്ലസ് ഡാഷ് മൈനസ് 75 ഈക്വൽ ടു 25ന്റെ സ്ക്വയർ മൈനസ് 18ന്റെ സ്ക്വയർ അല്ലെ. 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 625 മൈനസ് 324 വരും അല്ലെ. എത്രയാ? ഓപ്ഷൻ ഏതാ? സി ആണോ പറഞ്ഞേ? ഓപ്ഷൻ സി നോക്കട്ടെ. ചെയ്ത് നോക്കണം. ഒറ്റ മിനിറ്റ് ചെയ്ത് നോക്കണം. 625 നിന്ന് 324 പോയാൽ എത്രയാ? 301 വരും അല്ലെ. 301 വരും. 301 വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ഇവിടെ 5 മൈനസ് 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 70 വരും അല്ലെ. എക്സ് ഈക്വൽ ടു 173. യെസ്, 371. കറക്റ്റ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം. വാട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തോ. അപ്രോക്സിമേറ്റ് ചെയ്യുക, വാല്യൂ എടുക്കുക. പടപടാ ചെയ്തോ. ബോർഡ് മാസ് കൂടെ നോക്കണേ. ഓപ്ഷൻ എ ആണല്ലേ. എങ്ങനെ വരും? 185 മൈനസ് 15 ഇൻറ്റു 6 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 6. 72ന്ന് 72നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാ? 12 പ്ലസ് 15 ഗുണം 6 15 ഗുണം 5 75 15 ഗുണം 6 90. 185 മൈനസ് 90 പ്ലസ് 12 അല്ലെ. 185 മൈനസ് 90 പ്ലസ് 12 185 95 12 ഈക്വൽ ടു 107.
5 2 7 9 1 10 സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടണം. 72 ഡിവൈഡ് ബൈ 6 ഒക്കെ ചെയ്ത് നോക്കാൻ പാടാണെങ്കിൽ എന്ത് ചെയ്യുക? വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഇമേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് വല്ല എടുത്തിട്ട് ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എക്സാം വരെ ഡെയിലി ഒരു 10 മിനിറ്റ് മെനക്കെട്ടാൽ മതി. വേറെ വർക്ക് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്ക്വയേഴ്സും ക്യൂബ്സും കൂടെ നോക്കണം. അരിത്തമാറ്റിക്കിന്റെ കേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയേഴ്സും ക്യൂബ്സും നോക്കിയാലേ, ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അനഘ ഉണ്ടായിരുന്നു, ബാക്കി ഗോവർദ്ധനും ഒക്കെ ഉണ്ടായിരുന്നു. യെസ്, ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ ചില സാധനങ്ങൾ. അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സമയം ഇതിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക? മാക്സിമം ഈ സാധനം നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തിടുക. അല്ലാതെ അവിടെ ചെന്ന് നമ്മൾ 72 ഡിവൈഡ് ബൈ 6 ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പാടാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും എങ്ങനെ ചെയ്യരുത്? 72 ഡിവൈഡ് ബൈ 6 എന്ന് എഴുതി ചെയ്യരുത്, അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. എങ്ങനെയാ നോക്കിക്കേ, 166 മിച്ചമുള്ള 1 12 2 താഴോട്ടിറങ്ങിയ 12 1 2 അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റണം, പറഞ്ഞ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആ രീതിയിലോട്ട് എത്തിയാലേ നമുക്ക് ഈ എക്സാം IBPS നടത്തുന്ന ഏത് എക്സാം ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ്, അടുത്ത ചെയ്തോ. 14.95 14.95 പ്ലസ് 16.99 ഇൻറ്റു 4.9 മൈനസ് 29.95 ഈക്വൽ ടു 19.99 പ്ലസ് ഡാഷ്. പെട്ടെന്ന് ചെയ്തോ. ഇതിന്റെ കൺസെപ്റ്റ് പിടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള, ഞാൻ 30 ക്വസ്റ്റ്യൻസിന് അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഈ ചുരുങ്ങിയ സമയത്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ബാക്കി PDF ആക്സസ് ചെയ്ത് എന്ത് ചെയ്യണം. അപ്പൊ തന്നെ നമ്മൾ 14 15 ക്വസ്റ്റ്യൻസ് ആയി. എന്നാലും ബാക്കി എന്ത് ചെയ്യുക? മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം ചെയ്യാൻ പറ്റും. ഇതേ മെത്തേഡിലാണ് ചെയ്ത് എന്ത് ചെയ്യുക? ചെയ്തു വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് അയച്ചു കൊടുത്താൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തന്നോളൂ. യെസ്, ആൻസർ കിട്ടുവാണ് അപ്പൊ തന്നെ പറയണേ. യെസ് 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 യെസ്, പെട്ടെന്ന് കിട്ടിയല്ലോ, കൊള്ളാം. ഇത്രേ ഉള്ളൂ, സെക്കൻഡുകൾക്കുള്ളിൽ പരിപാടി കഴിയണം. യെസ്, 2 പേർക്ക് കിട്ടിയല്ലേ? ഏതാ വരുന്നത്? ഓപ്ഷൻ സി 50. ഓപ്ഷൻ സി 50. എങ്ങനെയാ വരുന്നത്? 14.95 15 പ്ലസ് 16.17 ഇൻറ്റു 17 ഗുണം 5 മൈനസ് 30 ഈക്വൽ ടു 20 പ്ലസ് എക്സ് എന്നുള്ള രീതിയിൽ എടുക്കുവാണ്. 16 ഗുണം 5 എത്രയാ? 80. 17 ഗുണം 5 85. 85ഉം 15ഉം എത്രയാ? 85 15 100. 100 നിന്ന് 30 പോയാൽ 70. 70 നിന്ന് 20 പോയാൽ 50. ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, കൺഫ്യൂഷൻ വരണ്ട. 15 പ്ലസ് 85 മൈനസ് 30 മൈനസ് 20 ഈക്വൽ ടു എക്സ് അല്ലെ? 100 മൈനസ് 20 70 മൈനസ് 20 ഈക്വൽ ടു 50. അതിനാണ് എക്സിന്റെ വാല്യൂ. യെസ്, ഡയറക്റ്റ് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റണം. പറഞ്ഞ് ചെയ്യാൻ വേണ്ടി പറ്റണം. മൈൻഡിൽ പറയുക, ചെയ്യുക. സ്റ്റെപ്സ് മാക്സിമം കുറയ്ക്കണം. ഇനി അടുത്തത് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ. IBPSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 249.95 minus 414.96 into 12.12 into 12.12 divided by 13.98 plus 79.98. ബ്രാക്കറ്റ് കിടപ്പുണ്ട് മുകളിൽ. ഹോൾ ഡിവൈഡഡ് ബൈ ആണ് അപ്പം വരിക എന്നുള്ള കാര്യം ഓർക്കുക. ചെയ്ത് നോക്കിക്കേ, പെട്ടെന്ന് അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുക, ചെയ്ത് നോക്കുക. താമസം. യെസ്, ചെയ്യാം നമുക്ക്. എങ്ങനെ വരും അത്? 249 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 മൈനസ് 14.96 ആണ്. അപ്പൊ 15 ഗുണം 12.12 ആണ്. 12 ഇൻറ്റു 12 തന്നെ എടുക്കണം. ഹോൾ ബ്രാക്കറ്റിന്റെ അകത്തുണ്ട് അല്ലെ? ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാ? 13.14 പ്ലസ് 14 പ്ലസ് 79.98 79.98 അത് 80. ഓക്കെ ആണോ? യെസ്, എത്ര വരും? എത്ര വരും? ഓക്കെ, 85.
അല്ലല്ലോ, ഞാൻ എഴുതിയതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ഞാൻ എഴുതിയ മിസ്റ്റേക്ക് എന്താ? +80. ബോർഡ് മാസ് എഴുതുമ്പം ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ എനിക്ക് കിട്ടിയ പോലെ പണി കിട്ടും. ശ്രദ്ധിക്കണേ. എന്താ ഞാൻ എഴുതിയ മിസ്റ്റേക്ക്? ഞാൻ എഴുതിയ മിസ്റ്റേക്ക് ഇതാണ്. എന്താ മിസ്റ്റേക്ക്? ഇവിടെ 14 മാത്രമേ വരുള്ളൂ. ഈ +80 മുകളിലാണ് വരിക. കണ്ടോ? ഡിവിഷൻ ഇത് സെപ്പറേറ്റ് ആണ്. അതാണ് ബോർഡ് മാസിന്റെ പ്രസക്തി അല്ലെ. ഇത്രയും സാധനം ആദ്യം വരും. ഇവിടെ ഡിവിഷൻ വരുന്നുണ്ട്. ആദ്യം ബ്രാക്കറ്റിന്റെ അകത്തുള്ള സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യും? 250 - 15 × 12. എങ്ങനെ സോൾവ് ചെയ്യാം? 15 × 10 ആദ്യം ചെയ്യുക. 15 × 10 ചെയ്തിട്ട് പ്ലസ് ഒരു 30 കൂടെ ചെയ്യുക അല്ലെ. 15 × 10 150 പ്ലസ് ഒരു 30 180. സ്പ്ലിറ്റ് ചെയ്താൽ മതി. 15 × 12 എന്നുള്ളത് എനിക്ക് 15 × 10 പ്ലസ് 15 × 2 എന്നുള്ള രീതിയിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ 150 പ്ലസ് 30 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പാടാണെങ്കിൽ, അല്ലാണ്ട് ചെയ്യാൻ പാടാണെങ്കിൽ. യെസ്. അപ്പൊ 250 നിന്നും 180 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 70 വരും. ഡിവൈഡ് ബൈ 14 പ്ലസ് 80 അല്ലെ. എത്ര വരും? 70 ഡിവൈഡ് ബൈ 14 5 പ്ലസ് 80 85 വരും. ഓക്കെ ആണോ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? അടുത്ത അപ്രോക്സിമേഷൻ ചെയ്തോ. 34.99 35 ആയിട്ട് എടുക്കാം. പ്ലസ് 24.96 25 ആയിട്ട് എടുക്കാം. ഇൻറ്റു 3.984 ആയിട്ട് എടുക്കാം. ഡിവൈഡഡ് ബൈ 14.95 15 ആയിട്ട് എടുക്കാം. പ്ലസ് 45 ഈക്വൽ ടു ഡാഷ്. ഇങ്ങനെ വരും. അത് 135 ഡിവൈഡ് ബൈ 15 പ്ലസ് 45 എത്ര വരും? 9 45 കൂടെ കൂട്ടിയാൽ എത്ര വരും? യെസ്, 54. സിമ്പിൾ ചോദ്യമാണ്. അപ്രോക്സിമേഷൻ എടുക്കുമ്പോൾ തെറ്റരുത്. ബാക്കിയെല്ലാം എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? അടുത്ത ചോദ്യം. What approximate value should come in place of the question mark in the following question? 749.98 മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് ശ്രദ്ധിക്കണേ 624.92 മൈനസ് പിന്നെ ഒരു ചെറിയ ബ്രാക്കറ്റിന്റെ അകത്ത് 324.99 മൈനസ് 74.97. 750 മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ വരും 624.92 625 ആയിട്ട് എടുക്കാം. മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് 325 മൈനസ് 75 അല്ലെ. ഈ ഓരോ ബ്രാക്കറ്റിന്റെ അകം സോൾവ് ചെയ്തെത്തണം. 325 നിന്നും 75 പോയാൽ എത്രയാ? 25 പോയാൽ 300 നിന്ന് പിന്നെ 75 പോയാൽ പിന്നെ 50 പോകണം അല്ലെ. പിന്നെ 50 പോയാൽ 250. യെസ്. അപ്പൊ എങ്ങനെ വരും? 750 മൈനസ് 625 മൈനസ് 250. 750 നിന്നും 625 നിന്നും 250 പോയാൽ എത്രയാ? 625 നിന്നും 250 പോയാൽ 250 250 500 125 കൂടെയാണ് അല്ലെ. അപ്പൊ 200 250 125 375. ആൻസർ എത്രയായിരുന്നേ? 375. 750 മൈനസ് 375 375 തന്നെ വരും. പറഞ്ഞു ചെയ്യാനുള്ളതേ ഉള്ളൂ. മാക്സിമം എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ ശീലിക്കുക. ഡൗട്ട് ഉണ്ടോ? What approximate value? അടുത്ത ചോദ്യം. What approximate value should come in place of question mark in the following question? അപ്രോക്സിമേഷന്റെ മറ്റൊരു ചോദ്യം. 264.99 minus 49.98 into 1.98 minus 728.90
ഡിവൈഡഡ് ബൈ 8.92. 728.90 ഡിവൈഡ് ബൈ 8.92 ചെയ്തോ. പാരലലായിട്ട് ഞാൻ ചെയ്തോളാം. ചെയ്യണേ. ബാക്കി രണ്ടുപേരും ആൻസർ പറയണേ. സമാധാനത്തിൽ ചെയ്തോ, തെറ്റാതെ നോക്കിയാൽ മതി. യെസ് 264.99 മൈനസ് 49.98 എങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്ത് 265 മൈനസ് 50 എന്ന് എഴുതാം. ഇൻടു 2 1.98 ഞാൻ 2 ആയിട്ട് എഴുതാണ്. മൈനസ് 728.90 ഞാൻ 729 ആയിട്ട് എഴുതാണ്. ഡിവൈഡ് ബൈ 9 അല്ലേ. എങ്ങനെ വരും അത്? 729 ഡിവൈഡ് ബൈ 9, 9 8 ആർ 72, 81, 81. അതൊക്കെ ആണല്ലോ. ഇവിടെ 215 ഗുണം 2 430. 265 മൈനസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 215 ഗുണം 2 430 മൈനസ് 81 അല്ലേ. 430 മൈനസ് 81 ഈക്വൽ ടു എത്രയാ? 9. 349. ഓക്കെ. യെസ്. നെക്സ്റ്റ് ചോദ്യം ചെയ്യാം. What approximate value will come in place of the question mark in the following question? ചെയ്ത് നോക്കിയോ, ആൻസർ പറയണേ. ഓക്കെ. യെസ്. അപ്പൊ സെറ്റ് ആയല്ലോ. യെസ്. ഏതൊക്കെയാ നേരത്തെ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത് ഞാൻ നെക്സ്റ്റ് ബേസ് ഓപ്ഷൻ എ. എസ്. നിങ്ങൾ പറഞ്ഞ എ ആയിരുന്നു തോന്നുന്നു അല്ലെ. 615 എങ്ങനെ വരും? എക്സ് മൈനസ് 60 പ്ലസ് 125 അതേപോലെ തന്നെ എഴുതാം. ഈക്വൽ ടു 40 ഗുണം 17. 40 ഗുണം 17 അല്ലെ. 40 ഗുണം 17 അവിടെ തന്നെ കിട്ടണം. 17 ഗുണം 4 68 ആണ്. 680 വരും. 125 60 കൂടെ കൂട്ടിക്ക്. 125 60 125 50 എത്രയാ? 175 185 വരും അല്ലെ. 185 വരും. 185 വരും. യെസ്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ തന്നെ വെച്ചാലും മതി, കുഴപ്പമില്ല. എക്സ് മൈനസ് 60 എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. 680 പ്ലസ് 60 മൈനസ് 125 എത്ര വരും? 740 വരും. 740 മൈനസ് 125. 740 100 പോയ 640, ഒരു 25 കൂടെ പോയ 615. 615 ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഓപ്ഷനാണ് വരുന്നത്? ചെക്ക് ചെയ്തേ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം. ബോർഡ് മാസ് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. ഇത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണേ. കാരണം വെച്ചാൽ സ്പീഡ് തീരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാണ്. നിങ്ങൾ ചെയ്തെത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. റെസ്പോൺസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യത്തിനൊക്കെ 60 സെക്കൻഡ്സ് ഒന്നും എടുക്കരുത്. അപ്രോക്സിമേറ്റ്ലി 1 മിനിറ്റ് പോലും എടുക്കാൻ വേണ്ടി പാടില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെത്തണം. അപ്പൊ പ്രാക്ടീസിന്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫെമിലിയാരിറ്റി കുറഞ്ഞതുകൊണ്ടാണ്, ഫെമിലിയാരിറ്റി കുറവായതുകൊണ്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഈ പറഞ്ഞ IBPSന്റെ പ്രീവിയസ് ഇയർ പാറ്റേണിലുള്ള സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ സിംപ്ലിഫിക്കേഷന്റെ പ്രത്യേകിച്ച് IBPSന്റെ പ്രീവിയസ് ഇയർ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പല മോക്ക് ടെസ്റ്റ് നടത്തുന്ന ആപ്ലിക്കേഷൻസിന്റെ അവൈലബിൾ ആണ്. അപ്പോൾ ചുമ്മാ എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രീ ടൈം ഒക്കെ ചുമ്മാ എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കണം. അതിന്റെ കൂടെ മറ്റേ കാര്യം കൂടെ ഓർക്കണം. ഏതാണ്? ഈ പറഞ്ഞ ടേബിൾ റിവിഷൻ ചെയ്യണം. അതേപോലെ സ്ക്വയേഴ്സും ക്യൂബ്സും ജസ്റ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇമേജ് ഉണ്ടാവും, അതിന്റെ എല്ലാം കൂടെ കംപ്രൈസ് ചെയ്തുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഇമേജ് ഉണ്ടാവും. അത് ഇമേജിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ മതി. ഓരോ ടേബിൾ 1 by 1 എടുത്ത് റിവിഷൻ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാ, ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യുക,
മാക്സിമം കാണുമ്പോൾ ഓർക്കുന്ന രീതിയിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ 20ാമത്തെ ചോദ്യമാണിത്. പെട്ടെന്ന് പറയൂ. 199.96. 200 എടുക്കാം. പ്ലസ് പിന്നെയും കുഞ്ഞു ബ്രാക്കറ്റ് ഉണ്ടല്ലേ, 13, 14 ഗുണം 4. യെസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇൻറ്റു 3.97 4 എടുക്കാം. 4 സ്ക്വയർ റേസ് ടു 1/3. ഇതാണ് ചോദ്യം. ആർക്കെങ്കിലും കിട്ടിയോ? യെസ്, ശ്രദ്ധിച്ചോ, ബ്രാക്കറ്റിന്റെ അകത്തുള്ള ആദ്യം ചെയ്യണം അല്ലെ. 14 ഗുണം 4 എത്ര? 14 ഗുണം 4 56. യെസ്, 56. ഏതാ വരുന്നത്? യെസ് രശ്മി, ശരിയാണ്, 16 ആണ് വരുന്നത്. യെസ്, 16 ഗുണം 4 56. 256 കൂട്ടിക്കഴിഞ്ഞ് 256 അല്ല, 256 ഇൻറ്റു എന്ത് വരും? ഇൻറ്റു 4 സ്ക്വയർ 16 റേസ് ടു 1/3 എന്ന് വരും. റേസ് ടു 1/3 മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. 256 കാണുമ്പോൾ തന്നെ കത്തണം. അത് 16ന്റെ സ്ക്വയർ ആണ്. 16 ഗുണം 16 ആണ് 256. പിന്നെ ഒരു 16 കൂടെ കിടപ്പുണ്ട്. റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് റൂട്ട് ഓഫ് 16 ക്യൂബ്. എത്രയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 തന്നെയാണ്. 1/3 എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് റൂട്ട് തന്നെയാണ്. 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് തന്നെയാണ്. ചോദ്യം ചെയ്തോ, സ്ക്രീനിൽ കാണാം. 299.93 ഡിവൈഡഡ് ബൈ 11.92 ഇൻറ്റു 13.94 മൈനസ് റൂട്ട് ഓഫ് ഡാഷ് ഈക്വൽ ടു 281.92 പ്ലസ് 440.91 ഡിവൈഡഡ് ബൈ 62.99. അപ്രോക്സിമേറ്റ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ സമയമെടുക്കും. ഞാൻ 1 മിനിറ്റ് തരാം. ചെയ്തോ. നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ. ഒരു 7 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അത് ട്രൈ ചെയ്ത് നോക്കണം. ഡൗട്ട് ഉള്ളത് മിസ്സിന് അയച്ചു കൊടുത്താൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തന്നോളാം. ട്രൈ ചെയ്തോ പെട്ടെന്ന്. ബോർഡ് മാസ് ഓർക്കണം. ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. യെസ്, കിട്ടിയല്ലോ. അപ്രോക്സിമേഷൻ അറിയാലോ. ഇനി ഞാൻ ഡയറക്റ്റ് അപ്രോക്സിമേഷനിലേക്ക് പോകുന്നതല്ല. 300 ഡിവൈഡ് ബൈ 12 299.93 അപ്രോക്സിമേറ്റ് 300 ആക്കി. 11.92 സോറി 9.92 അപ്രോക്സിമേറ്റ് ചെയ്ത് എന്താക്കി? അപ്രോക്സിമേറ്റ് ചെയ്ത് എത്രയാക്കി? 14 ആക്കി. സോറി 12 ആക്കി. 13.9 നല്ല അപ്രോക്സിമേറ്റ് 14 ആക്കി. യെസ്, മൈനസ് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു എത്ര വരുന്നത്? ഈക്വൽ ടു 282. 281.92 282 പ്ലസ് 441 ഡിവൈഡ് ബൈ 63. ഇവിടെ കൺഫ്യൂഷൻ വരരുത്. 441 ഡിവൈഡ് ബൈ 63. ലാസ്റ്റ് നോക്കിയേ, യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 3 ആണെങ്കിൽ ഇൻറ്റു 7 ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ? ഈ പറഞ്ഞ 1 വരുള്ളൂ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് അല്ലെ. പിന്നെ 7 ആണോ 17 ആണോ 27 ആണോ എന്നുള്ള മാത്രം ചെക്ക് ചെയ്താൽ മതി. 7 വെച്ച് തന്നെ തുടങ്ങിക്കോ. 7 വെച്ച് തന്നെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 441 കിട്ടും. 7 ആയി അല്ലെ. 282 7 289. ഓക്കെ ആണല്ലോ. ഇവിടെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാ 300നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാ എത്ര വരും? 20 ഗുണം 4 25 ഗുണം 4 200 ആണ്. പിന്നൊരു 4 കൂടെ കൂട്ടിയാ, പിന്നൊരു 4 25 കൂടെ വന്നു കഴിഞ്ഞാൽ 300 ആയി. യെസ്, 25 കൊണ്ട്
25 ഗുണം 12 എന്ന് പറയാം 300 എന്ന് പറയാം 25. അപ്പൊ 25 ഗുണം 14 വരും അല്ലെ 25 ഇൻറ്റു 14 25 ഇൻറ്റു 14 25 ഇൻറ്റു 14 25 ഇൻറ്റു 12 ഓൾറെഡി പറഞ്ഞു പ്ലസ് ഒരു 50 കൂടെ ചെയ്താൽ മതി എത്ര 350 അല്ലെ 350 വരും 350 മൈനസ് റൂട്ട് എക്സ് ഈക്വൽ ടു എന്ന് വരും 350 മൈനസ് 289 ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് വരും 350 നിന്നും 50 പോയാൽ 300 പിന്നെ ഒരു 11 കൂടെ അല്ലെ 50ഉം 10ഉം 60 61 അല്ലെ റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61 ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61ന്റെ സ്ക്വയർ ആണ് 61ന്റെ സ്ക്വയർ എത്രയാണ് 3721 ഇവിടെ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം 5 അല്ലേ വരുന്നത് യൂണിറ്റ് ഡിജിറ്റ് ഒന്നാമത്തെ ഓപ്ഷൻ പിന്നെ നോക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള 3 ഏതാണെന്ന് നോക്കിയാൽ മതി യെസ് അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്തോ വാട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ 3.94 ചെയ്തോ യെസ് 3.94 ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് 4 എടുത്തു 1/12.93 ഞാൻ 1/13 എന്ന് എടുത്തു അതേപോലെ ഓഫ് 2600 ആയിട്ട് എടുത്തു 2599.96 അതേപോലെ ഡിവൈഡഡ് ബൈ 118 മൈനസ് 108 വരും അപ്രോക്സിമേറ്റ് ചെയ്തല്ലേ അതെന്ത് വരും 10 വരും അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ സാധനം ഈ 0 ക്യാൻസൽ ചെയ്ത് കളയാം അപ്പൊ 1/13 ഇൻറ്റു 26 260 വരും അപ്പൊ എന്ത് വരും ഇവിടെ 20 ആണ് വരിക അല്ലെ 20 + 4 24 20 + 4 24 ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം വാട്ട് വാല്യൂ ഷുഡ് കം അറ്റ് പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ 5.55% വേണം ഒരു ക്ലൂ തരാം ഓർത്ത് വെച്ചോ അടുത്ത ശതമാനം 5.55% എന്ന് പറഞ്ഞാൽ 1/18 ആണ് 1/18 ആയിട്ട് എടുക്കാം 16.66% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 ആയിട്ട് എടുക്കാം അതേപോലെ 9.09% എനിക്ക് ഇത് ഞാൻ തന്നിട്ടുള്ളതാണ് 1/11 ആയിട്ട് എടുക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ഇനിയിപ്പോ പെട്ടെന്ന് കിട്ടിക്കോളൂ എത്ര വരും യെസ് ഡി ആണ് ഈ 1201 ഒക്കെ വേണേ 1200 ആയിട്ട് എടുക്കാം കേട്ടോ കുഴപ്പമില്ല അപ്രോക്സിമേറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത് 1200 ആയിട്ട് എടുക്കാം ഒരു കുഴപ്പമില്ല ഡെസിമലാണ് വരുന്നതെങ്കിൽ 1200 വെച്ചെടുക്കാം കാരണം നോക്കി ഓപ്ഷൻസ് നോക്കിക്കുക അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് കിടക്കുന്നത് ഡെസിമൽസ് ഒന്നും വരുന്നില്ല 1200 എടുത്തോ കുഴപ്പമില്ല എങ്ങനെ വരും 18,440 ഡിവൈഡ് ബൈ 18 എത്ര വരും 80 അല്ലെ 80 പ്ലസ് 1200 ആണ് ഞാൻ എടുക്കുന്നത് 1200 ഡിവൈഡ് ബൈ 6 എത്ര വരും 200 മൈനസ് 3080 ഡിവൈഡ് ബൈ 11 280 280 മൈനസ് 280 0 280 മൈനസ് 280 0 ആണല്ലോ അങ്ങനെ ഒരു അപ്രോക്സിമേഷനോട് അവിടെ പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക യെസ് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം വാട്ട് വാല്യൂ ഷുഡ് ബി ഇൻ പ്ലേസ് ഓഫ് എക്സ് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയോ പടപടാ ചെയ്ത് നോക്കിയോ
ഡിവൈഡ് ഇങ്ങനെ എഴുതുന്നതിൽ ബെറ്റർ, കൺഫ്യൂഷൻ വരാതെ താഴെ എഴുതുന്നതാണ്. ഹോൾ ആയിട്ട് താഴെ എഴുതിയാൽ മതി അല്ലേ. 7/18 ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ എഴുതിക്കോ. 9/13 ഓഫ് 468 ഡിവൈഡഡ് ബൈ 468 ഡിവൈഡഡ് ബൈ 5/23 ഓഫ് 3/11 ഓഫ് 759 ഡിവൈഡ് ബൈ 5 ഹോൾ സ്ക്വയർ. ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഞാൻ സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു പെട്ടെന്ന്. ബേസ് സാധനം എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാതിരുന്നാൽ മതി, വേറെ ഒന്നും ഇല്ല അതിൽ. യെസ്, എങ്ങനെ ചെയ്യാം? ക്യാൻസൽ ചെയ്യാം അല്ലെ. എന്തിനൊക്കെ ക്യാൻസൽ ചെയ്യാം? 468 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ 13 വെച്ചായിരിക്കാം, അല്ലെങ്കിൽ 18 വെച്ചായിരിക്കാം. 18 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 468നെ 18 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ 26 വരും. 26 വരും. 26നെ 13 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ 2 വരും. അപ്പൊ 7 × 9 × 2 മുകളില് 7 × 9 × 2 വരും. ഡിവൈഡഡ് ബൈ താഴെ ഈ 5 ഈ 5 ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. പിന്നെ 759 11ന്റെ ഡിവിസിബിൾ ആണോ? 11ന്റെ ഡിവിസിബിൾ ആണോ? യെസ്, 11ന്റെ ഡിവിസിബിൾ ആണ്. എത്ര വരും? 11ന്റെ ഡിവിസിബിൾ ആണ്. എത്ര വരും? 69 വരും. യെസ്, 69. 69 23ന്റെ മൾട്ടിപ്പിൾ ആണ്. 23ന്റെ മൾട്ടിപ്പിൾ ആണ്. അതെങ്ങനെ വരും? 23 ഗുണം 3 ആണ് അല്ലെ. അപ്പൊ എങ്ങനെ വരും? 3 × 3 ഈക്വൽ ടു, തീർന്നില്ല, അവിടെ ഒരു സ്ക്വയർ കിടപ്പുണ്ട്, ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ് അല്ലെ. അപ്പൊ 7 × 9 7 9s are 63. 63 × 2 126 അല്ലെ എന്ന് പറഞ്ഞാൽ 126 ഡിവൈഡഡ് ബൈ 9 റേസ് ടു 2 സ്ക്വയർ അല്ലെ. യെസ്, 126 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 14 ആണ്. എക്സിന്റെ വാല്യൂ 14 ആണോ? അല്ല, എക്സിന്റെ വാല്യൂ 14 സ്ക്വയർ ആണ്. 196. ചോദ്യത്തിൽ സ്ക്വയർ കിടപ്പുണ്ടേ. ഇത് ഹോൾ സ്ക്വയർ ആണ്, ബ്രാക്കറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഹോൾ സ്ക്വയർ ആണ്, തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഉള്ളതിനാണ് ഈ സ്ക്വയർ കിടക്കുന്നത്. ഹോൾ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ സെക്ഷൻ ആണ്, ഡിസ്കഷൻ സെക്ഷൻ ആണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വാ. ഒന്നാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ അഡിഡാസ് ഷൂ ആൻഡ് എ നൈക്ക് ഷൂസ് ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:3. മാർക്ക്ഡ് പ്രൈസ്, എന്തിന്റെ മാർക്ക്ഡ് പ്രൈസ്? ഒരു അഡിഡാസ് ഷൂവിന്റെ ഒരു നൈക്ക് ഷൂവിന്റെ മാർക്ക്ഡ് പ്രൈസിന് റേഷ്യോ തന്നിട്ടുണ്ട് 2:3. ദ ഷോപ്പ് കീപ്പർ ഗീവ്സ് 40% ഡിസ്കൗണ്ട് ഓൺ ദ അഡിഡാസ് ഷൂസ്. ഷോപ്പ് കീപ്പർ അഡിഡാസ് ഷൂവിന് എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്? 40% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ എന്താ പറയുന്ന കണ്ടീഷൻ? ഇഫ് ദ ടോട്ടൽ ഡിസ്കൗണ്ട് ഓൺ ദ അഡിഡാസ് ഷൂസ് ആൻഡ് ദ നൈക്ക് ഷൂസ് ഈസ് 40%. വീണ്ടും അഡിഡാസ് ഷൂവിനും 40% ഓൾറെഡി അഡിഡാസിന് കൊടുക്കുന്നുണ്ട്. ഇനി ആ കൊടുക്കുന്ന 40, അതേപോലെ നൈക്കിന്റെ കേസിൽ കൊടുക്കുന്ന എത്രയോ ശതമാനം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഓവറോൾ വരുന്നത് എത്രയാണ്? ഓവറോൾ ഉള്ള MRPയുടെ മാർക്ക്ഡ് പ്രൈസിന്റെ 40%ആണ് എന്ത് വരിക? ഡിസ്കൗണ്ട് വരിക. 40%ആണ് ഡിസ്കൗണ്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഓഫർ ചെയ്യുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് ഓഫേർഡ് ഓൺ ദ നൈക്ക് ഷൂസ്. എന്തിനാ? നൈക്ക് ഷൂസിന് ഓഫർ ചെയ്തിരിക്കുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കുക, കിട്ടുമെങ്കിൽ ആൻസർ പറയുക. ഇവിടെ മാർക്ക്ഡ് പ്രൈസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. മാർക്ക്ഡ് പ്രൈസിന്റെ റേഷ്യോ ഏതൊക്കെ തമ്മിലുള്ള? അഡിഡാസിന്റെയും നൈക്കിന്റെയും മാർക്ക്ഡ് പ്രൈസിന്റെ റേഷ്യോ 2:3 ആണ്. 2:3 ആണ്. ഞാൻ എന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഇതിനെ 200 300 ആയിട്ട് എടുക്കുവാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നമുക്ക് സോൾവ് ചെയ്താൽ മതി. 200 300 ആയിട്ട് എടുക്കുവാണ്. ഓക്കെ ആണല്ലോ. ഇനി അഡിഡാസ് ഷൂവിന് കൊടുക്കുന്നത് 40% ഡിസ്കൗണ്ട് ആണ്. അഡിഡാസ് ഷൂവിന് കൊടുക്കുന്നത്, ശ്രദ്ധിക്കണേ, അഡിഡാസ് ഷൂവിന് കൊടുക്കുന്നത് 40% ഡിസ്കൗണ്ട് ആണ് എന്ന് പറയുമ്പോൾ ഈ 40% ഡിസ്കൗണ്ട് എപ്പോഴും എന്തിന്റെ പുറത്തായിരിക്കും? മാർക്ക്ഡ് പ്രൈസിന്റെ പുറത്തായിരിക്കും. അപ്പൊ ഇവിടെ മാർക്ക്ഡ് പ്രൈസ് ഞാൻ 200 ആണ് എടുത്തത്. അതിന്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണ്. ഇതെന്തിന്റെയാണ്? അഡിഡാസിന്റെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്കൗണ്ട് ഇവിടെ എത്രയാണ്? 80. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ കേസിൽ നൈക്കിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ മൊത്തത്തിലുള്ളതിന് കൊടുക്കുന്നത് 40% പറയും അല്ലെ. അപ്പൊ മൊത്തത്തിലുള്ള മാർക്ക്ഡ് പ്രൈസ് എത്രയായിരിക്കും? മൊത്തത്തിലുള്ള മാർക്ക്ഡ് പ്രൈസ് എത്രയായിരിക്കും? ചെയ്യാതിരിക്കുന്നവരൊന്ന് പറഞ്ഞോ. മൊത്തത്തിലുള്ള മാർക്ക്ഡ് പ്രൈസ് എത്രയായിരിക്കും? അഡിഡാസിന്റെ മാത്രം 200, നൈക്കിന്റെ മാത്രം 300. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള മാർക്ക്ഡ് പ്രൈസ് എത്രയായിരിക്കും? പറഞ്ഞോ. 200 300 കൂട്ടി എത്ര വരും? 500. 500 എന്താണ്? ടോട്ടൽ മാർക്ക്ഡ് പ്രൈസ് ആണ്. ടോട്ടൽ മാർക്ക്ഡ് പ്രൈസ് ആണ് അല്ലെ.
അപ്പൊ ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് 500 ആണെങ്കിൽ 500ന്റെ പുറത്തും എത്ര ശതമാനമാണ് കൊടുക്കുന്നത്? 500ന്റെ പുറത്ത് കൊടുക്കുന്നത് 40%. ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 4 20, 200 രൂപയാണ് എന്ത് വരിക? മൊത്തത്തിലുള്ള ഡിസ്കൗണ്ട് ആയിട്ട് വരിക. ഈ മൊത്തത്തിലുള്ള ഡിസ്കൗണ്ട് 200 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മൊത്തത്തിലുള്ള ഡിസ്കൗണ്ട് 200 ആണെങ്കിൽ അഡിഡാസിന് കൊടുക്കുന്ന നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് പ്ലസ് നൈക്കിന് കൊടുക്കുന്ന എത്രയോ ശതമാനം ഡിസ്കൗണ്ട് ഈക്വൽ ടു ആണ് എന്ത് വരിക? ഈ പറഞ്ഞ 200 വരിക. മൊത്തത്തിൽ കൊടുക്കുന്ന 40% വരിക. ഓക്കെ ആണല്ലോ? അഡിഡാസിന് കൊടുക്കുന്നത് നൈക്കിന് കൊടുക്കുന്നത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് മൊത്തത്തിലുള്ള ഈ ഒരു ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് നൈക്കിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? മൊത്തത്തിൽ കൊടുക്കുന്നത് 200 ആണ്. അങ്ങനെയാണെങ്കിൽ നൈക്കിന് കൊടുക്കുന്ന എത്ര ഡിസ്കൗണ്ട് ആയിരിക്കും? പറഞ്ഞോ, മൊത്തത്തിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ട് 200 ആണ്. അഡിഡാസിന് കൊടുക്കുന്നത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ കൊടുക്കുന്നതിൽ നിന്നും 80 കുറച്ച് കഴിഞ്ഞാൽ, 200ൽ നിന്നും 80 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നൈക്കിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് കിട്ടൂലേ? യെസ്. എത്രയാണ്? 120 ആണ്. 120 ആണ്. 120 എന്താ? ഡിസ്കൗണ്ട് ആണ്. 120 ഡിസ്കൗണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് പ്രൈസിന്റെ എത്രയോ ശതമാനമാണ് അല്ലെ? 2 0 ക്യാൻസൽ ചെയ്ത് കളയാം, 3 ക്യാൻസൽ ചെയ്ത് കളയാം. 120 എത്ര വരും? 40. എക്സിന്റെ വാല്യൂ എത്രയാ? 40. 40 മാത്രം ഉണ്ടോ? അല്ല, ശതമാനം ഉണ്ട്. ഓപ്ഷൻ സി 40%. ക്ലാരിറ്റി വന്നോ? പറഞ്ഞ സാധനം ക്ലിയർ ആണോ? നമ്മൾ 200 300 അസ്യൂം ചെയ്യുവാണ്. അവിടെ പ്രത്യേകിച്ച് ഡൗട്ട് വരേണ്ട ഒരു കൺസെപ്റ്റ് ഒന്നും അല്ല, അത് ലോജിക്കിന്റെ പുറത്തങ്ങ് ചെയ്തതാണ്. എന്നിട്ട് രണ്ടിനുള്ള ഇൻഡിവിജ്വൽ ഡിസ്കൗണ്ട്സ് കൂട്ടുമ്പോഴായിരിക്കണം എന്ത് വരേണ്ടത്? ഈ ടോട്ടൽ ഡിസ്കൗണ്ട് വരേണ്ടത്. ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാ? ടോട്ടൽ MRPയിൽ നിന്നും ടോട്ടൽ മാർക്കറ്റ് പ്രൈസിന്റെ 40%. അതാണ് 200. ടോട്ടൽ മാർക്കറ്റ് പ്രൈസിന്റെ 40%. നെക്സ്റ്റ് ചോദ്യം. രോഹൻ സ്റ്റാർട്ടഡ് എ ഗരാജ് ടു പ്രൊവൈഡ് ദ സർവീസസ് ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓൾഡ് കാർസ്. അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ പഴയ ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്തിൽ ഇട്ടാൽ മതി, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. After giving the labor charges of 10% per car on selling price, he was saving 15% per car on selling price, which was 15,000 then. ഈ 15,000 എന്ന് പറഞ്ഞാൽ എന്താ? സേവിങ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ? എന്തുവാ? ജസ്റ്റ് ഒന്ന് പറയാം ആ സെന്റൻസ് വായിച്ചിട്ട്. സേവിങ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ? He was saving 15% per car on selling price, which was 15,000 then. Saving ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ? റെസ്പോണ്ട് ചെയ്യോ? ബാക്കിയും കൂടെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓൺ ആവറേജ് he was selling 20 cars per month. What was the cost price of 20 cars? 20 കാറിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ? ലേബർ ചാർജ് എത്ര ശതമാനമാണ് തന്നിട്ടുണ്ട്. സേവ് ചെയ്യുന്നത് എത്ര ശതമാനമാണ് തന്നിട്ടുണ്ട്. സേവ് ചെയ്യുന്നത് എന്തിന്റെ പുറത്താ? സെല്ലിംഗ് പ്രൈസിന്റെ പുറത്താണ്. ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ലേബർ ചാർജസ് എന്തിന്റെ പുറത്താ? ഓൺ ദ സെല്ലിംഗ് പ്രൈസ്. ഇവിടെയും ഓൺ ദ സെല്ലിംഗ് പ്രൈസ് അല്ലെ? ഓൺ ദ സെല്ലിംഗ് പ്രൈസ്. ഇനി 15,000 എന്താണ് എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള പ്രശ്നമേ ഉള്ളൂ. 15,000 എന്നുള്ളത് സേവിങ്സ് ആണ്. 15,000 എന്നുള്ളത് സേവിങ്സ് ആണ്, സെല്ലിംഗ് പ്രൈസ് അല്ല. മാറിപ്പോരുത്. 15,000 എന്നുള്ളത് സേവിങ്സ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. Rohan started a garage to provide the services of buying and selling old cars after giving the labor charges of 10% per car on the selling price. 10% ലേബർ ചാർജസ് ഇയാൾ കൊടുക്കുകയാണ്. എന്തിന്റെ പുറത്താണ്? സെല്ലിംഗ് പ്രൈസിന്റെ പുറത്താണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു അസംഷൻ എടുക്കുക. സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ ലേബർ ചാർജസ് എത്രയായിരിക്കും? പറഞ്ഞോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞോ. ലേബർ ചാർജസ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ ലേബർ ചാർജസ് എത്രയായിരിക്കും? അതിന്റെ 10%. അതിന്റെ 10%. അതെത്രയാ? 10. യെസ്, 10 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന സാധനം എന്താ? ഇഫ് ഹി വാസ് സേവിങ് 15% പെർ കാർ ഓൺ ദ സെല്ലിംഗ് പ്രൈസ്. ഓരോ കാറിനും 15% ഇദ്ദേഹം സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്രയാ? റേഷ്യോ പ്രകാരം എന്ത് റേഷ്യോ അല്ലെങ്കിൽ എന്ത് പെർസെന്റേജാ? ഏത് രീതിയിൽ എടുക്കാം, പെർസെന്റേജോ റേഷ്യോ എന്ത് വേണേലും പറഞ്ഞു, നമുക്ക് വാല്യൂ കിട്ടിയാൽ മതി. 15% ഓൺ ദ സെല്ലിംഗ് പ്രൈസ് ആണ്. അവിടെ റിമൈനിങ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഓൺ ദ സെല്ലിംഗ് പ്രൈസ് 15% എന്ന് പറഞ്ഞാൽ എന്തിന്റെയാ? സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ടാണ് എടുത്ത് അതിന്റെ 15% എത്രയാ? 15 ആണ് അല്ലെ? 15% 15 ആണ്. ഓക്കെ ആണോ?
ഇനി സേവിങ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോണം. ഹി വാസ് സേവിങ് 15% പെർ കാർ ഓൺ ദ സെല്ലിംഗ് പ്രൈസ് വിച്ച് വാസ് 15,000 then എന്ന് പറയുന്നത് 15% ആ സേവ് ചെയ്യുന്നത് എന്താണോ അതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന സേവിങ്സ് 15 15 എന്ന് പറഞ്ഞാൽ എത്രയാ? 15,000 ആണ്. 15 എന്ന് പറഞ്ഞാൽ 15,000 ആണ്. അങ്ങനെയാണ് ഒന്ന് എത്രയായിരിക്കും പറഞ്ഞോ? ഒന്ന് എത്രയായിരിക്കും? 1000 ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ 1000 ആണ്. ഓക്കെ ആണല്ലോ. സേവിങ്സിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ പ്രകാരം നമ്മൾ അങ്ങ് ഇക്വേറ്റ് ചെയ്തു. യെസ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആദ്യം കണ്ടുപിടിക്കണം. എന്തിന്റെ കണ്ടുപിടിക്കണം? ഒരു കാറിന്റെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു കാറ് സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ട് എടുത്തു. സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ട് എടുത്തു. സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ട് എടുത്തു. 100ൽ നിന്ന് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ട് അല്ലെ? ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ട്. അതാണ് ഈ 15%. പ്ലസ് അതിൻ്റെ അകത്ത് കുറച്ച് ചെലവുകളും ഉണ്ട് അല്ലെ? അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഈ കൊടുക്കുന്ന തുക, അതായത് സെല്ലിംഗ് പ്രൈസ് പ്ലസ് എന്തൊക്കെയോ സാധനങ്ങളാണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് എന്തൊക്കെയോ സാധനങ്ങളാണ്. പ്ലസ് അല്ല, സെല്ലിംഗ് പ്രൈസ് മൈനസ് എന്തൊക്കെയോ സാധനങ്ങളായിരിക്കും എന്തെന്ന് പറയാ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ആ എന്തൊക്കെയോ സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തൊക്കെയോ സാധനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇവിടെ ഒരു -15 ചെയ്യണം. -15 പ്ലസ് എന്ത് ചെയ്യണം? 10 ചെയ്യണം. ആ 15 എന്ന് പറയുന്നത് എന്താണ്? 15 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിട്ട് അതിൽ നിന്ന് കുറയ്ക്കണം. അത് മാത്രമല്ല കുറയ്ക്കണ്ടേ, ആ ഒരു 10 കൊടുക്കുക. 10 കുറയ്ക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ഇത് എത്ര വരും? ഇതിന്റെ വാല്യൂ എത്ര വരും? 100ൽ നിന്ന് 15ഉം 10 കൂടെ കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? പറഞ്ഞോ. കോസ്റ്റ് പ്രൈസിന് വേണ്ടിയിട്ട്. യെസ്, 75 ആണ് എന്തെന്ന് പറയുക? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുക. റേഷ്യോ പ്രകാരം ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 75 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 75,000 ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് 20 കാർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പറഞ്ഞോ. 20 into 75,000 ആണ്. ഏത് ഓപ്ഷനാ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞു. ഏത് ഓപ്ഷനാ വരുന്നത്? യെസ്, ഓപ്ഷൻ ഡി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് ആണ്. അതാണ് ഇവിടെ സേവ് ചെയ്തു എന്ന് പറയുന്നത്. ഹി വാസ് സേവിങ് 15% പെർ കാർ. ഇത് അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോഫിറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ ആ സാധനം കുറയ്ക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? സെല്ലിംഗ് പ്രൈസ് മൈനസ് സേവിങ്സ് പ്ലസ് ലേബർ ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് യോഗത്തിലേക്ക് പോവാമോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. എനിക്ക് നെക്സ്റ്റ് യോഗത്തിലേക്ക് പോവാവില്ല ഒന്ന് ക്ലാരിറ്റിയിൽ പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്താ. യെസ്. അടുത്ത ചോദ്യം. എ ഡിസ്ഹോണസ്റ്റ് ഷോപ്പ് കീപ്പർ ഈസ് സെല്ലിംഗ് 1 kg ഓഫ് റൈസ് അറ്റ് ദ വെയിറ്റ് ഓഫ് 800 gram ബൈ യൂസിംഗ് ദ ഫോൾസ് റീഡിംഗ് വെയിങ് മെഷീൻ. 1 kg റൈസ് ആണ് വിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ അയാൾ ശരിക്കും എത്ര ഗ്രാമേ വിൽക്കുന്നുള്ളൂ? 800 ഗ്രാമേ വിൽക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടല്ലേ. ഇഫ് ദ കോസ്റ്റ് ഓഫ് 1 kg ഓഫ് റൈസ് ഈസ് ₹50, then what is the profit earned by the shopkeeper? അവിടെ എന്താ ഇതിനെയൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യാം. ഏതിനെയാ? 15 അങ്ങ് ഇഗ്നോർ ചെയ്യാം. പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന ആ 1 kgയിൽ നിന്നും 800 ഗ്രാമിൽ നിന്നും തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. 800 ഗ്രാമിൽ നിന്നും തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ചെയ്ത് നോക്കിക്കേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡിൽ ചെയ്ത് എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ മെത്തേഡ് നോക്കിയാൽ മതി. പെട്ടെന്ന് പറയണേ. ഡിസ്ഹോണസ്റ്റ് ഷോപ്പ് കീപ്പർ. ഇത് പാറ്റേൺ അറിയത്തില്ലേ? പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ചോദ്യമാണല്ലോ. ഷോർട്ട് കട്ട് ആയിരിക്കും ഞാൻ പറയുന്നത്. യെസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ? ഞാൻ പറഞ്ഞിരുന്നു ഈ സാധനത്തെ അങ്ങ് ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഷോർട്ട് കട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ 1 kg എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? പെട്ടെന്ന് പറയോ. യെസ്, 1000 ഗ്രാം ആണ്. അപ്പൊ 1000 ഗ്രാം യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന എത്ര ഗ്രാമാ? 800 ഗ്രാം ആണ് അല്ലെ? എത്രയുടെ ഡിഫറൻസ് ഇവിടെ വരുന്നത്? 200 ഗ്രാം. 200 ഗ്രാം അല്ലെ? 200 ഗ്രാമിന്റെ ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ ഈ വെയിറ്റ് വെച്ച് തന്നെ പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കിക്കോ. 200 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100. 200
ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100. എങ്ങനെ വരും അത്? ഈ 2 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 1/4 ഇൻറ്റു 100 വരും. എത്രയാത്? 25%. ഇത്രേ ഉള്ളൂ പരിപാടി. പാറ്റേൺ മനസ്സിലാക്കി വെക്കണേ. നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റ് വെച്ച് തന്നെ, നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റ് 1000 ഗ്രാമും 800 ഗ്രാമും. ഇവിടെ ചിലപ്പോൾ ആദ്യം വേറൊരു കണ്ടീഷൻ ഉണ്ടാവും. ഇയാള് 1000 ഗ്രാമിന് പകരം ഇയാള് സാധനം മേടിക്കാൻ നേരത്തെ 1300 ഗ്രാം യൂസ് ചെയ്തു എന്നൊക്കെയുള്ള ഒരു സാധനം ഉണ്ടാവും. ആ കേസിലാണെങ്കിലും ഈ പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ, ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 200 ഡിവൈഡഡ് ബൈ 800. താഴെ എടുക്കേണ്ടത് എന്താ? താഴെ എടുക്കേണ്ടത് നിലവിൽ വിറ്റപ്പോൾ അയാൾ യൂസ് ചെയ്ത ഏത് വെയിറ്റ് ആണോ അതാണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഡിഫറൻസ് എത്രയാണോ അത് ഡിവൈഡ് ബൈ ഇപ്പൊ യൂസ് ചെയ്തത് ഇൻറ്റു 100. ക്ലാരിറ്റി ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യണേ. ക്ലാരിറ്റി ഉണ്ടോ? ഉത്തര? യെസ്. അപ്പൊ ഈ പാറ്റേണിലുള്ള 2 ചോദ്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സാധനം മനസ്സിലായി, ഷോർട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഷോർട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിക്കോളും. കൺസെപ്റ്റ് വേണ്ട, കൺസെപ്റ്റ് ഞാൻ പറയുന്നില്ല. കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് രണ്ടും കൂടെ കൺഫ്യൂഷൻ. ഇതങ്ങ് ഓർത്ത് വെച്ചാൽ മതി, സുഖമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. യെസ്. അടുത്തത് പാർട്ട്ണർഷിപ്പിന്റെ ഒരു സാധനമാണ്. A invests some amount of money in a business in the beginning of a year, and after 6 months B joins the business and A withdraws all his invested money. At the end of the year they earn rupees 64,000. If the ratio of their investment is 3:2, then find the profit of B. ഇപ്പൊ റേഷ്യോ പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്, അതായത് പാർട്ട്ണർഷിപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ശരിക്കും ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ റേഷ്യോയിലാണ് എടുക്കുന്നതെങ്കിൽ, റേഷ്യോ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാ യൂസ് ചെയ്യാൻ പറ്റുന്നത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം എന്നുള്ള സാധനം അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ബേസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ്. പാർട്ട്ണർഷിപ്പിന്റെ ചോദ്യമാണ്. യെസ്, നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം പ്രോഫിറ്റ് ആണ്. ഫോർമുല ഓർത്ത് വെക്കുക. എ ഇൻവെസ്റ്റ് സം എമൗണ്ട് ഓഫ് മണി ഇൻ എ ബിസിനസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ഇയർ ആൻഡ് ആഫ്റ്റർ 6 months ബി ജോയിൻസ് ഇൻ ദ ബിസിനസ്. അല്ലെ? അപ്പൊ എയും ബിയും ഉണ്ട്. എയും ബി ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര നാളത്തേക്കാണെന്ന് ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ ബി ജോയിൻ ചെയ്യുന്നു. ആ ബി ജോയിൻ ചെയ്യുന്ന പക്ഷം, അതായത് 6 മാസം കഴിഞ്ഞപ്പോൾ ആര് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുന്നു? എ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുന്നു. അപ്പൊ ടൈമിന്റെ റേഷ്യോ എങ്ങനെ വരും? എ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര നാളത്തേക്കാണ്? 6 മാസത്തേക്കാണ്. ബി ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ആനുവലി ആണ് എടുക്കുന്നതെങ്കിൽ ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര മാസത്തേക്കാ? പറഞ്ഞോ. ബി ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര മാസത്തേക്കാ? യെസ്, 6 മാസത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാ ഈ സാധനം, അല്ലെ? പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 3:2 തന്നെയായിരിക്കും. 3:2 തന്നെയായിരിക്കും. ഓക്കെ ആണോ? ടൈമിന്റെ റേഷ്യോ 6:6 വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ആണെങ്കിൽ നോക്കിക്കേ, ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം, അല്ലെ? ഇവിടെ എന്ത് വരും? 3:6. ഇവിടെ എന്ത് വരും? 2:6. റേഷ്യോ ആണ്. അവിടെ ഇവിടെയും ക്യാൻസൽ ചെയ്താൽ എങ്ങനെ വേണേലും ചെയ്തു, ഒരു കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി. 1 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 64,000. അങ്ങനെയാണ് റേഷ്യോ പ്രകാരം രണ്ടുപേരൂടെ ഏൺ ചെയ്യുന്ന 5 റേഷ്യോ ആണ് ഏതെന്ന് പറയുക? 64,000 എന്ന് പറയുക. രണ്ടുപേരൂടെ ഏൺ ചെയ്യുന്ന 5 ആണ് 64,000 എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ 5 64,000 ആണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ആൻസർ വേണം. 1 എത്രയായിരിക്കും? 5 64,000 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്ത് പറയാവോ? 5 64,000 ആണെങ്കിൽ 1 എത്രയായിരിക്കും? 640 ഡിവൈഡഡ് ബൈ 5 ചെയ്തോ? പിന്നെ 2 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. യെസ്, 12800 അല്ലേ? 12800. 12,800. ഇനി പറഞ്ഞോ,
നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രോഫിറ്റ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ പ്രപ്പോർഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പാറ്റേൺ. ഇൻവെസ്റ്റ്മെന്റ് പാർട്ണർഷിപ്പ് ഒന്നും അല്ല ചെയ്തത്, പക്ഷെ റേഷ്യോ പ്രപ്പോർഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഓഫ് ബി, ബിയുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാണ് പറഞ്ഞോ? എത്രയാ റേഷ്യോ? എത്രയാ റേഷ്യോ ആദ്യം പറഞ്ഞോ. ബിയുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാ? എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, 2 ആണ്. 2 ആണ്. എത്ര വരും അത്? ആൻസർ എത്ര വരും? അതുകൂടെ പറഞ്ഞോ, ഓപ്ഷൻ പറഞ്ഞാൽ മതി. യെസ്, 25600. ഓപ്ഷൻ ബി. എങ്ങനെയാ? ഒരു റേഷ്യോ 1:800 ആണെങ്കിൽ 2 റേഷ്യോ എത്ര വരും? 25600 വരും. ക്ലിയർ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? യെസ്. എഴുതാനുള്ളവർ പെട്ടെന്ന് എഴുതിക്കോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. A dishonest seller at the time of selling and purchasing uses weight 22% less and 30% more per kg respectively. Find the profit percent earned by him if he claims that he sells his goods at a cost price. നോക്കിയേ കിട്ടുമോന്ന്. നേരത്തെ പറഞ്ഞ മെത്തേഡ്. പക്ഷെ ഇവിടെ ആദ്യം ഇയാൾ സാധനം മേടിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് 30% കൂടുതലുള്ള സാധനമാണ്. 30%, അതായത് 1 kg ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 kgയുടെ 30% കൂടുതലുള്ള സാധനം യൂസ് ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുക? സാധനം മേടിക്കുക. അതായത് 1000 ഗ്രാം ആണെങ്കിൽ 1300 ഗ്രാം വരും അല്ലെ? 1300 ഗ്രാമിന്റെ വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇയാൾ സാധനം മേടിക്കുക. എന്നിട്ട് വിൽക്കുന്നതോ 1022% എത്രയാണോ അത് കുറയ്ക്കണം. അത് കണ്ടുപിടിച്ച് കുറയ്ക്കണം. അല്ലെങ്കിൽ 1078% കണ്ടുപിടിച്ചാൽ മതി. 1078%. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞു. വേറെ ആരെങ്കിലും കിട്ടിയോ? യെസ്, നമുക്ക് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ, മനസ്സിലാകാത്തൊരു ശ്രദ്ധിച്ചു കേട്ടോ. എ ഡിസോണസ്റ്റ് സെല്ലർ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ആൻഡ് പർച്ചേസിംഗ്, വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും, യൂസസ് വെയിറ്റ് 22% ലെസ്, 22% കുറഞ്ഞ വെയിറ്റ് ആണ് യൂസ് ചെയ്യുക. എപ്പോഴാണ്? സാധനം വിൽക്കുമ്പോൾ. പർച്ചേസ് ചെയ്യുമ്പോഴോ 30% കൂടുതലുള്ള വെയിറ്റ് ആണ് യൂസ് ചെയ്യുക. അതായത് പെർ കെ ജി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 കിലോഗ്രാം വെച്ചിട്ട് തന്നെ ചെയ്യാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ് അല്ലെ? 1000 ഗ്രാം ആണോ ഇയാൾ ശരിക്കും പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്? ആണോ? ഒന്ന് പറഞ്ഞേ. അല്ല, 1000 ഗ്രാം യൂസ് ചെയ്യേണ്ടടുത്ത് ഇയാൾ എന്താ യൂസ് ചെയ്യുന്നത്? 1000 ഗ്രാമിനെക്കാട്ടും 30% കൂടിയതാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? 1000-നെക്കാട്ടും 30% കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും യൂസ് ചെയ്യുക? 1300 ഗ്രാം ആണ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? 1300 ഗ്രാം ആണ് യൂസ് ചെയ്യുക. അതേപോലെ ഇയാൾ വിൽക്കുമ്പം 1000 ഗ്രാമിന്റെ 22% കുറഞ്ഞ സാധനമാണ് യൂസ് ചെയ്യുക. 1000 ഗ്രാമിന്റെ 22% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 1000-ന്റെ 78, 22% പോയി കഴിഞ്ഞാൽ എത്ര വരും? 78% കണ്ടുപിടിച്ചാൽ മതി അല്ലെ? 22, 100-ൽ നിന്നും 22 കുറച്ചാൽ മതി. എത്രയാ? 78. 78 കണ്ടുപിടിച്ചാൽ എത്ര വരും? 780. ഇതെപ്പോഴാ? ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ. ഇതെപ്പോഴാ? ഇത് സെല്ല് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക അല്ലെ? എത്രയാ പറഞ്ഞോ? 1300, 780. എത്രയാ ഡിഫറൻസ് വരിക? പടപടാ പറഞ്ഞോ, എത്രയാ? വേറെ ആരെങ്കിലും പറഞ്ഞേ. 1300, 780, 520 ആണ്. 520 ഡിഫറൻസ് വരിക. അപ്പൊ നേരത്തെ മെത്തേഡ് തന്നെ 520 പ്രോഫിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ഫോർമുലയിൽ കോസ്റ്റ് പ്രൈസിന്റെ സ്ഥാനത്ത് എന്തെടുക്കണം? ഇവിടെ സെല്ല് ചെയ്തത് എത്ര തുകയാണോ അത് എടുക്കണം. അത് എത്രയാ? 780 into 100. എങ്ങനെ വരും? രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ. 13 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 52-നെ 13 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 13 എത്ര വരും? 52 divided by 16. Yes, 4. 78 13-ൽ ഡിവിസിബിൾ ആണോ നോക്കിയേ. 78 13-ൽ ഡിവിസിബിൾ ആണോ? യെസ്, 13-ൽ ഡിവിസിബിൾ ആണ്. 4ഉം 6ഉം വരും അല്ലെ? 4ഉം 6ഉം വരും. 13 ഗുണം 6 ആണ്. പിന്നെ ഇതിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും?
2 ഡിവൈഡഡ് ബൈ 3 വരും അല്ലെ. അപ്പൊ എങ്ങനെ വരും? 2/3 ഇൻറ്റു 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെന്റേജും ഫ്രാക്ഷനും ബൈ ഹാർട്ട് ആയിട്ട് അറിയാമെങ്കിൽ 1/3 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 1/3% ആണ്. അങ്ങനെയാണെങ്കിൽ 2/3 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 66 2/3% ആണ്. അല്ലെങ്കിൽ ഓപ്ഷൻ എ ആയിട്ടുള്ള 66.66% ആണ്. 66.66% ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. എളുപ്പമാണ്. മെത്തേഡ് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതേ രീതിയിൽ ഓർത്തു വെക്കുക. 1000 30% കൂടുതലാണ് ഇദ്ദേഹം പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ 1000ന്റെ 130%. അതേപോലെ 22% കുറവാണ് ഇദ്ദേഹം വിൽക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വെയിറ്റ്. അപ്പൊ അത് 78% ഇൻറ്റു 1000 ഇൻറ്റു 78/100 780. ഓക്കെ ആണോ? പെട്ടെന്ന് പറഞ്ഞോ. യെസ്. അടുത്ത ചോദ്യം വീണ്ടും പാർട്ട്ണർഷിപ്പിന്റെ ഒരു ചോദ്യം. ഇത് എക്സാക്ട് വാല്യൂസ് വെച്ച് അങ്ങ് ചെയ്താൽ മതി. എക്സാക്ട് വാല്യൂസ് വെച്ച് ചെയ്താൽ മതി. എല്ലാം 0 ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പടപടാ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ് പ്രോഫിറ്റ്. ആ ഒറ്റ സാധനം ഓർത്ത് വെച്ച് ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും. അലി, സോഹൻ ആൻഡ് പ്രദീപ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻവെസ്റ്റിംഗ് ₹45,000, ₹30,000 ആൻഡ് ₹15,000 respectively. Ali withdraw ₹15,000 after 6 months and Pradeep invested ₹15,000 more in the business after 6 months. What will be Sohan's share out of a profit of ₹18,000 at the end of the year? ചോദ്യം രണ്ടവണ വായിച്ചു നോക്കിയേ. ഞാൻ സ്പീഡിൽ വായിച്ചതാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ്. ഇത് പ്യുവർലി റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ്. റേഷ്യോ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ സാധനം ജനറലി യൂസ് ചെയ്യുന്നത്. യെസ്, ട്രൈ ചെയ്ത് നോക്കിക്കോ. ചോദ്യം 1 by 1 ആയിട്ട് ഓരോ ഫ്രേസ് ബൈ ഫ്രേസ് ക്രാക്ക് ചെയ്ത് ചെയ്യണേ. ചോദ്യം വൃത്തി വായിച്ചില്ലെങ്കിൽ തെറ്റും. അതുകൊണ്ട് നോക്കി ചെയ്യണം. ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റിന് മാത്രമേ പ്രത്യേകിച്ച് 12 മാസവും മാറ്റമില്ലാതെ നിൽക്കുന്നുള്ളൂ. ബാക്കി 2 പേരുടെ ഇൻവെസ്റ്റ്മെന്റിന് മാറ്റം വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി ക്രാക്ക് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്രാക്ക് ചെയ്ത് ഇങ്ങനെ പോന്നാൽ മതി. വെയിറ്റ് ചെയ്യണമെങ്കിൽ W എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ E അങ്ങനെ വല്ല ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് പറയൂ. ആൻസർ. ഓക്കെ, ആൻസർ ഓക്കെ. സി ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്. ഇനി അങ്ങനെ വെയിറ്റ് ചെയ്യണ്ടെങ്കിൽ E എന്ന് പറഞ്ഞ് കിട്ടാൻ മതി. അതാകുമ്പം ജസ്റ്റ് നമുക്ക് സമയം കളയണ്ടല്ലോ, മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. യെസ്. അപ്പം ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കണം. അപ്പം അലി എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 45,000 അല്ലെ. രണ്ടാമത്തെ ആള് സോഹൻ, ഇത് അലി. രണ്ടാമത്തെ ആള് സോഹൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണ്? 30,000. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ആൾ ആരാ? പ്രദീപ്. പ്രദീപ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാ? 15,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇനി കണ്ടീഷൻസ് ആണ്. അലി വിഡ്രോ ചെയ്യുവാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ 15,000 വിഡ്രോ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 6 മാസത്തെ കേസിൽ എടുക്കുമ്പോൾ എത്ര തുക തന്നെയായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതുക? 45,000 ആണ്. 45,000 ഇൻറ്റു 6 ആണ് ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് വരിക അല്ലെ. ശരിക്കുള്ള പ്രോഫിറ്റ് അല്ല, റേഷ്യോ പ്രകാരം ഈ ഒരു പ്രോഫിറ്റ് അങ്ങനെയാണ് വരിക. യെസ്. അതേപോലെ 6 മാസം കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം 15,000 വിഡ്രോ ചെയ്യുന്നു. 45,000 നിന്നും 15,000 വിഡ്രോ ചെയ്താൽ മിച്ചം എത്ര ഉള്ളത്? 30,000. ഓക്കെ ആണല്ലോ. അപ്പൊ മിച്ചമുള്ള 6 മാസത്തേക്ക് ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഈ പറഞ്ഞ 30,000 ആണ്. ഓക്കെ ആണല്ലോ. യെസ്. അതേപോലെ ഇദ്ദേഹത്തിന്റെ കേസിലാണെങ്കിൽ, ആരുടെ കേസിലാ? ഈ പറഞ്ഞ സോഹന്റെ കേസിലാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറയുന്നില്ല. എത്ര നാളത്തേക്ക് തന്നെയായിരിക്കും? 30,000. എത്ര നാളത്തേക്കായിരിക്കും പറഞ്ഞോ? എത്ര മാസത്തേക്കായിരിക്കും അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത്? പ്രദീപിന്റെ കാര്യം പറയുന്നുള്ളൂ. എത്ര നാളത്തേക്കായിരിക്കും സോഹന്റെ ഇൻവെസ്റ്റ്മെന്റ് വരിക? പറഞ്ഞോ. യെസ്, 12 മാസത്തേക്കാണ്. ചോദ്യത്തിൽ വേറെ കണ്ടീഷൻ ഒന്നും പറയുന്നില്ല. അതേസമയം പ്രദീപിന്റെ കേസിലാണെങ്കിലോ ആദ്യത്തെ 6 മാസം 15,000 തന്നെ വരും. പിന്നെയുള്ള 6 മാസം വേറൊരു 15,000 കൂടെ വരികയാണ്. വേറൊരു 15,000 കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയാ? ഈ 15,000 ആദ്യം തന്നെ കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഇൻറ്റു 6 ആണോ ചെയ്യേണ്ടത്? അത് പിൻവലിക്കുന്നുണ്ടോ? ഇല്ല,
പിൻവലിക്കുന്നില്ല. അപ്പൊ ഇതെന്താ ചെയ്യണ്ടേ? ആദ്യമുള്ള 15,000 തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ട് അല്ലെ? അത് ഇൻറ്റു എത്ര വരും? 12 വരും. പിന്നെ ഒരു 15,000 ഇടുകയാണ്. ആ 15,000 എത്ര മാസത്തേക്കാണ് വരുന്നത്? 6 മാസത്തേക്കാണ് വരുന്നത്. പിടികിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ പ്രോഫിറ്റിന്റെ റേഷ്യോ എങ്ങനെ എഴുതാം? പ്രോഫിറ്റിന്റെ റേഷ്യോ ഞാൻ എഴുതുന്നത് 45,000 ഇൻറ്റു 6, ഫസ്റ്റ് കേസിലുള്ള 45,000 ഇൻറ്റു 6 പ്ലസ് 30,000 ഇൻറ്റു 6 ഈസ്റ്റു. രണ്ടാമത്തെ കേസിൽ എത്രയാണ് വരുന്നത്? 30,000 ഇൻറ്റു 12 ഈസ്റ്റു 15,000 ഇൻറ്റു 12 പ്ലസ് 15,000 ഇൻറ്റു 6. ടൈം എടുക്കൂല, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ ആണല്ലോ? എങ്ങനെയാ വന്നതിന് ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാ വന്നതിന് ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാ വന്നതിന് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. ഇതുവരെയുള്ള ഏതിൽ സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്തോ. 45 ഗുണം 6. 45 ഗുണം 6 എത്രയാ? 45 ഗുണം 6 45 ഗുണം 2, 45 ഗുണം 3, 45 ഗുണം 4, 45 ഗുണം 5, 45 ഗുണം 6 എത്രയാ? 90 ഇൻറ്റു 3, യെസ് 270 ആണ്. 270 3 0 കൂടെ വരും അല്ലേ? 3 0 കൂടെ വരും. പ്ലസ് ഇവിടെ യെസ് പ്രദീപ് 15K മോർ, അതാണല്ലോ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 15,000 അവിടെ തന്നെ ഉണ്ട്. ആദ്യം പുള്ളി 15,000 ഇടുന്നുണ്ട്, കണ്ടോ? ആദ്യം പുള്ളി 15,000 ഇടുന്നുണ്ട്. ആ 15,000 പിൻവലിക്കുന്നൊന്നുമില്ല. അത് 12 മാസത്തേക്ക്. അത് 12 മാസത്തേക്ക്. അതാണ് ഒന്നാമത്തെ പ്രദീപിന്റെ കേസിൽ. പ്ലസ് പിന്നെ ഒരു 15,000 ഇടുക. പ്രദീപ് ഇൻവെസ്റ്റഡ് 15,000 മോർ ആഫ്റ്റർ 6 months. 6 മാസം കഴിയുമ്പോൾ 15,000 ഇടുന്നു. അതാണ് ഈ 15 into 6. മിച്ചമുള്ള എത്ര മാസമാണ്? മിച്ചമുള്ള 12 മാസത്തിൽ 6 മാസമാണ് മിച്ചമുള്ളത്. ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ പ്രദീപ് 15,000 ഇടുന്നു. പിന്നെ മിച്ചമുള്ള 6 മാസത്തേക്കാണ് ഈ 15,000 ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ 15,000 into 6 വരുന്നത്. ഓക്കെ ആണോ? 15,000 കൂടുതൽ ഇടുന്നു, അത് 6 മാസം കഴിയുമ്പോഴാണ്. പക്ഷെ ആദ്യമുള്ള 15,000 എന്ന് പറയുന്നത് 12 മാസത്തേക്ക് തന്നെയാണ്. ആദ്യമുള്ള 15,000 12 മാസത്തേക്കാണ്. ഇല്ല. ഫസ്റ്റ് 50,000 കൂടെ കൂട്ടാൻ വേണ്ടി പാടില്ല. കാരണം ആദ്യത്തെ 15,000 12 മാസത്തേക്കും രണ്ടാമത് ഇടുന്ന 15,000 6 മാസം കഴിയുമ്പോഴാണ് ഇടുന്നത്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, എങ്ങനെ വരും? എല്ലാം കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റേഷ്യോ എനിക്ക് പറയോ? കണ്ടുപിടിച്ച റേഷ്യോ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. കാൽക്കുലേഷൻ എങ്കിലും പെട്ടെന്ന് ചെയ്തേ. എങ്ങനെ വരും? എയുടെ കേസിൽ 45,000 ഇൻറ്റു 6. 45,000 ഇൻറ്റു 6 എന്ന് പറഞ്ഞ എത്രയാ? 45,000 ഇൻറ്റു 6 ഓൾറെഡി പറഞ്ഞാണ് അല്ലെ? 45,000 ഇൻറ്റു 6 എത്രയാ? 270. 4 0 കൂടെ അല്ലെ? എഴുതി വെക്കാം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. 2700 3 0 കൂടെ പ്ലസ് 6 3 are 18. 1 2 3 4 ഈസ്റ്റു 30,000. 12 ഗുണം 3 36 അല്ലെ? 36 ഈസ്റ്റു 15,000 ഇൻറ്റു 12. 15 ഗുണം 12 എത്രയാണ്? 15 ഗുണം 12 എത്രയാ? 180. 3 0 കൂടി ഇടുക പ്ലസ് 15 ഗുണം 6 എത്രയാ? 15 ഗുണം 6 പെട്ടെന്ന് പറഞ്ഞോ. 90 ആണ്. 3 0 കൂടെ അല്ലെ? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴല്ല ഈ റേഷ്യോ എങ്ങനെ വരും? ഫൈനൽ റേഷ്യോ എങ്ങനെ വരും? റേഷ്യോയുടെ സിമ്പിൾ ഒന്നും മാറിപ്പോവല്ലേ ഇടയ്ക്ക്. പ്ലസ് സിമ്പിൾ എവിടെയാ വരുന്നതെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. യെസ്, ഇവിടെ എന്ത് വരും? 27 18. 8 7 15 4,50,000 വരും. 4,50,000 വരും. സോറി, ഇവിടെ ഒരു 0 കൂടുതലുണ്ടല്ലേ? യെസ്, 4 lakh. ഒരു മിനിറ്റ്. എത്ര വരും? 4,50,000 വരും പ്ലസ്
സോറി പ്ലസ് വേണ്ട, റേഷ്യോ ആണ്. ഫൈനലി പ്ലസ് ചെയ്തിട്ടാണല്ലോ എടുത്തത്. ഇവിടെ നടുക്ക് എന്ത് വരും? 3,60,000 തന്നെ വരും. 3 lakh 1 2 3 4 12 × 3 36 1 2 3 യെസ് 3,60,000 തന്നെ വരും. പിന്നെ ലാസ്റ്റത്തെ കേസിൽ എന്ത് വരും? ലാസ്റ്റത്തെ കേസിൽ എത്ര വരും? ലാസ്റ്റത്തെ കേസിൽ എത്ര വരും പറയോ? ലാസ്റ്റത്തെ കേസിൽ എത്ര വരും? എത്ര ലാക്കാ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. 2,70,000 അല്ലേ? അപ്പൊ ഇവിടത്തെ ഈ സാധനവും ഇവിടത്തെ ഈ 4 പൂജ്യം ഇവിടത്തെ ഈ 4 പൂജ്യം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റേഷ്യോ എന്ത് കിട്ടി? 45:36:27 എന്നുള്ള റേഷ്യോ കിട്ടി. ഈ റേഷ്യോ പിന്നെ എനിക്ക് ക്ലാസ് സിംപ്ലിഫൈ ചെയ്തുകൂടെ? 9 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5 വരും, ഇവിടെ 9 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ 4 വരും, ഇവിടെ 3 വരും അല്ലേ? അപ്പം എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ. എല്ലാവർക്കും കൂടെ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 18,000 ആണ്. എല്ലാവർക്കും കൂടെ കിട്ടുന്ന പ്രോഫിറ്റ് 18,000 ആണെങ്കിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടണം? ഇതിനോടനുബന്ധിച്ചുള്ള ഒരു സാധനം തന്നെ കിട്ടണം. 18,000 ആണ് അല്ലെ എല്ലാവർക്കും കൂടെ കിട്ടുന്നത്. ഇപ്പൊ പറഞ്ഞോ, റേഷ്യോ പ്രകാരം എന്തായിരിക്കും 18,000 വരിക? റേഷ്യോ പ്രകാരം എന്തായിരിക്കും 18,000 വരിക? റേഷ്യോ പ്രകാരം എത്രയാ 18,000 വരിക? 12 ആണ്. യെസ് 12 18,000 ആണ് അല്ലെ? അതേപോലെ തന്നെ വെച്ചോ, അതേപോലെ തന്നെ വെച്ചോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഡിവിഷന് വേണ്ടി സമയം കളയണ്ട. 4 ആണെങ്കിൽ 12,000 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 4. കാരണം എന്താ ഡിവിഷന് സമയം കളയേണ്ടാത്ത? ഈ 4ഉം ഈ 12 ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ 3 വരും. ഈ 3ഉം 18 ഇവിടെ ക്യാൻസൽ ചെയ്ത് 6 വരും. എത്ര വരും? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. A chemist sold a medicine at 40% discount and another piece of the same medicine at 60% discount. 60% discount. Yes, the marked price of the medicine was X% of the cost price. X% of the cost price. If the chemist earned 10% profit on the whole transaction, then find the value of X. Then find the value of X. Then find the value of X. നോക്കിക്കേ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. കൺസെപ്റ്റ് വെച്ച് ചെയ്താലും മതി. പ്യുവർ കൺസെപ്റ്റ് ആണെങ്കിൽ വലിയ സമയം എടുക്കൂല. ഓക്കെ, നമുക്ക് ചെയ്യാം. സമയം ലാഗാവും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ നമുക്ക് ഒരു മാർക്ക്ഡ് പ്രൈസ് വേണം, പിന്നെന്താ ഒരു കോസ്റ്റ് പ്രൈസ് വേണം അല്ലെ? കോസ്റ്റ് പ്രൈസ് വേണം. നോക്കിക്കേ, എ കെമിസ്റ്റ് സോൾഡ് എ മെഡിസിൻ അറ്റ് 40% ഡിസ്കൗണ്ട് ആൻഡ് അനദർ പീസ് ഓഫ് ദ സെയിം. അതായത് രണ്ടിന്റെയും മാർക്ക്ഡ് പ്രൈസ് ഒന്ന് തന്നെയാണ്, ഒരേ സാധനം തന്നെ. ഒരെണ്ണം 40% ഡിസ്കൗണ്ടിനും അതേ സാധനം തന്നെ വേറൊരു പീസ് തന്നെ, അതായത് മാർക്ക്ഡ് പ്രൈസ് സെയിം ആയിട്ടുള്ള അതേ സാധനം തന്നെ മറ്റൊരെണ്ണം 60% ഡിസ്കൗണ്ടിന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി മാർക്ക്ഡ് പ്രൈസ് എന്നുള്ളത് കോസ്റ്റ് പ്രൈസിന്റെ X% ആണ്. ആ X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അല്ലാതെ ചോദ്യത്തിൽ വേറൊരു കണ്ടീഷനോട് തന്നിട്ടുണ്ട്. കെമിസ്റ്റിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 10% 10%. അതാണ് ബേസിക് കൺസെപ്റ്റ്. പ്രോഫിറ്റ് എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുക, പ്രോഫിറ്റ് പെർസെന്റ് എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുക എന്നിന്റെ പുറത്തായിരിക്കും, കോസ്റ്റ് പ്രൈസിന്റെ പുറത്തായിരിക്കും. ഇനി അല്ലെങ്കിൽ അത് ചോദ്യത്തിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടാവും. ഇവിടെ കെമിസ്ട്രി സോൾട്ട്. അപ്പൊ ഞാൻ ഇവിടെ സാധനത്തിന്റെ മാർക്ക്ഡ് പ്രൈസ് എന്നുള്ളത് 100 ആയിട്ട് എടുക്കുകയാണ്. കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് C ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പീസ് എത്ര ശതമാനം ഡിസ്കൗണ്ടിനാണ് വിൽക്കുന്നത്? 40% ഡിസ്കൗണ്ടിനാണ് വിൽക്കുന്നത് അല്ലെ? രണ്ടാമത്തെ പീസ് 60% ഡിസ്കൗണ്ടിനാണ് വിൽക്കുന്നത്. ഇങ്ങനെ വിറ്റ് കഴിയുമ്പോഴും ഈ C എന്നുള്ളത് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 2 പീസസ് എന്തായിരിക്കും? പറഞ്ഞോ. കോസ്റ്റ് പ്രൈസ് ഓഫ് 2 പീസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെട്ടെന്ന് പറയോ. കോസ്റ്റ് പ്രൈസ് ഓഫ് 2 പീസസ്. ഒരു പീസിന്റെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് C ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 2 പീസസ്, യെസ് 2C ആണ് കോസ്റ്റ് പ്രൈസ് വരിക. ലാഭമായിട്ട് കിട്ടുന്ന എത്രയാ? ലാഭമായിട്ട് കിട്ടുന്നത് 10%. ഇതിന്റെ 10%. അപ്പം ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്ത് വരണം? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലെ? ഇതെന്തുവാ? ഇത് SP1 ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ്, ഇത് SP2 ഒന്നാമത്തെ സാധനം 40% ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ്, ഇത്
60% ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ അല്ലെ, 60% ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. യെസ്. മൂന്നാമത്തെ കേസല്ല, നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്? റൈറ്റ് സൈഡിൽ വരുന്നത് ഫൈനൽ സെല്ലിംഗ് പ്രൈസ് ആണ്. ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെ കാട്ടും 10% ലാഭമാണ്. ഹോൾ ട്രാൻസാക്ഷന്റെ 10% പറഞ്ഞിരിക്കുക. അപ്പൊ 2C-യുടെ 10% ആണ് ആഡ് ചെയ്യേണ്ടത്. എങ്ങനെ എഴുതാം? 2C into 110 divided by 100 എഴുതാം. എനിക്ക് ഡയറക്ട്ലി 11/10 എന്ന് എഴുതാം. എഴുതിക്കൂടെ? യെസ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ഈ 100 ക്യാൻസൽ ചെയ്ത് കളയാം, ഈ 100 ക്യാൻസൽ ചെയ്ത് കളയാം. 60 40 കൂട്ടിയാൽ 100 100 ഈക്വൽ ടു 2C into 11/10 അല്ലെ. ഇതൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 50 അല്ലെ. അപ്പൊ 500 C എന്ന് പറഞ്ഞാൽ എത്രയാ? 500 ഡിവൈഡഡ് ബൈ 11. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 11. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 11. C എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസ്. ആരുടെ കോസ്റ്റ് പ്രൈസ്? ഒരു പീസിന്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ മെഡിസിൻ വാസ് X% ഓഫ് ദ കോസ്റ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് X/100 ആണ്. എന്തിന്റെ? കോസ്റ്റ് പ്രൈസിന്റെ. കോസ്റ്റ് പ്രൈസ് എത്ര? 500/11. ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ 5 അല്ലെ. അപ്പൊ X എന്ന് പറഞ്ഞാൽ എന്താ? X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എത്രയാ? മാർക്കറ്റ് പ്രൈസ് നമ്മൾ 100 ആണ് എടുത്ത് അല്ലെ, 100 ആണ് എടുത്ത്. അപ്പൊ ഇവിടെ എനിക്ക് 100 എന്ന് എഴുതാം. മാർക്കറ്റ് പ്രൈസ് 100 ആണ് എടുത്ത്. അപ്പൊ 100, ഈ 5ഉം ഈ 100ഉം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാലോ. 100 5ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 20 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ 20 × 11 എത്രയാണ്? 220%. ഓപ്ഷൻ എ. ഒന്നാമത്തെ സാധനം ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ സാധനം 40% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. രണ്ടാമത്തെ സാധനം 60% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. ആ രണ്ട് ട്രാൻസാക്ഷനിലൂടെ നടക്കുമ്പോൾ മൊത്തത്തിലുള്ള കോസ്റ്റ് പ്രൈസിന്റെ 10% എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആണ് ഫ്രാക്ഷൻ വരിക. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 11/10 ചെയ്താൽ മതി. എന്തിനു വേണ്ടിയിട്ട്? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇൻറ്റു 11/10 ചെയ്താൽ മതി സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ചെയ്ത പരിപാടി. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 100 വേണേലും ചെയ്യാം. അതവിടെ ഞാൻ കറക്റ്റ് 100 തന്നെ എഴുതി വെക്കാം. മാർക്കറ്റ് പ്രൈസ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? 100 ആണ്. സെല്ലർ ഓഫേഴ്സ്. യെസ്, 1 ലൈനർ ചോദ്യം. അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മൾ ഒറ്റ വാക്കിൽ എന്താ പറയാ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യത്തിലേക്ക് എത്തി. ഒറ്റ ലൈനിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം. സെല്ലർ ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് ₹650 ഓൺ ആൻ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളിന് 650 രൂപ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നു. എ വുമൻ ബോട്ട് ദ ആർട്ടിക്കിൾ വർത്ത് ₹X and after getting the discount she pays GST of ₹217. ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാണ് ഈ സാധനം അയാൾ പേ ചെയ്യുന്നത്. If the woman pays a total of 8,000 for the article, find the value of X. പെട്ടെന്ന് ട്രൈ ചെയ്തോ. യെസ്, ഓപ്ഷൻ എ ആണ്. യെസ്, നമുക്ക് ചെയ്യാം. A seller offers a discount of ₹650 on an article. 650 രൂപ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നു. എന്നിട്ട് ഈ ഡിസ്കൗണ്ടിന് ഒരാൾ എന്ത് ചെയ്യുന്നു? അതായത് ഡിസ്കൗണ്ട് എന്തിന്റെ പുറത്താ കൊടുക്കുക? അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. X എന്നുള്ള സാധനത്തിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പൊ X - 650 ആൾ എന്ത് ചെയ്യുക? സാധനം പർച്ചേസ് ചെയ്യുക. പക്ഷേ അഡീഷണൽ ആയിട്ട് ഈ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 217 രൂപ പേ ചെയ്യുന്നുണ്ട്. അതെപ്പോഴാ? ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഡിസ്കൗണ്ട്. ചോദ്യം ക്രാക്ക് ചെയ്യണം. അങ്ങനെ തന്നെ ഫ്രൈസ് ബൈ ഫ്രൈസ് ക്രാക്ക് ചെയ്യണം. ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഡിസ്കൗണ്ട് ഷീ പേസ് GST of ₹217 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ 217 രൂപ പേ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത് മൊത്തത്തിൽ പേ ചെയ്യുന്നത് എത്രയാന്ന് പറയുന്നുണ്ട്. എത്രയാ? 8000 രൂപയാണ് ഇയാൾ പേ ചെയ്യുന്നത്. 8000 രൂപയാണ് ഇയാൾ പേ ചെയ്യുന്നത് അല്ലെ. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. X minus 650 plus 217. X minus 650 plus 217 എന്ന് പറഞ്ഞാൽ എന്ത് വരും? plus 217 minus 433 എന്ന് വരും. minus 433 equal to 8000 എന്ന് വരും. 8000 എന്ന് വരും അല്ലെ. -650 plus -650 അത് കോമൺ ആയിട്ട് ബ്രാക്കറ്റ് ഒന്നും കിടപ്പില്ല. അപ്പൊ -650 തന്നെ എടുത്ത് വേണം സോൾവ് ചെയ്യാൻ. സിംപ്ലിഫിക്കേഷൻ തെറ്റരുത്. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ എത്ര വരും? 8433 റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 8433. ഓക്കെ ആണോ?
എക്സ് എന്ന് പറഞ്ഞ തുകയിൽ 650 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഈ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലും GST 217 രൂപ ഇയാൾ അടയ്ക്കുന്നുണ്ട് ഡിസ്കൗണ്ടിന് ശേഷം. അങ്ങനെ മൊത്തത്തിൽ അടയ്ക്കുന്ന തുകയാണ് 8000 രൂപ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ് അതാണ് ചോദിച്ചിരിക്കുന്നത്. അത് വേർഡ് പ്രോബ്ലം എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ഫ്രേസ് ബൈ ഫ്രേസ് എടുത്ത് എഴുതുക ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.